മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതാണ് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ കുടുംബജീവിതം. വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്. പ്രാഥമികമായി കുടുംബം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചെണ്ണാണ്: വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്. കുറച്ചും കൂടി വിശാലമായാൽ മരോള്, മരുമകൻ, അമ്മായിമ്മ, ഇളയച്ചി, മൂത്തച്ചി, നാത്തൂമാര്, ഇളയച്ചൻ, മൂത്തച്ഛൻ, ഇവരാണ് കുടുംബം. ഞാൻ അവിടുന്നാണ്ട് വിശാലായ പിന്നെയുണ്ട് അമ്മായികള്, ഇളയന്മാര്, മൂത്തന്മാര്, ഇതൊക്കെ കുടുംബം തന്നെയാണ്. പിന്നെ വല്യമ്മ, വല്ലിപ്പ, അതൊക്കെ കുടുംബമാണ്. ഭക്ഷണം വിശാലമാകാനും ആയുസ് ദീർഘമാവാനും ഈ വിശാലമായ കുടുംബത്തെ പരിപാലിക്കണം. ഹദീസിലുള്ളതാണ്: മൻ അഹബ്ബ യുബ്സത ലഹു ഫീ അസരിഹി മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും റിസ്ഖ് വിശാലമാകാനും ആയുസ് ദീർഘമാവാനും കൊതിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മായികളോടക്ക് പോയാൽ ആയുസ് കൂടും, അമ്മോനെ പോയി കണ്ടാൽ റിസ്ഖ് വിശാലാവും. ഹദീസാണ്, എൻ്റെ വക പറഞ്ഞൊന്നല്ല. ആയുസ് ഇന്നിപ്പോൾ വളരെ ചുരുങ്ങി വരികയാണ്, കൂടണില്ല. എന്തേ? കുടുംബബന്ധം വളരെ ചുരുങ്ങി വന്നു. ഗൾഫിലൊക്കെ പോയിട്ട് ആൾക്കാരോട് ഇങ്ങനെ പരിചയപ്പെടുമ്പോൾ കുടുംബവിശേഷമൊക്കെ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ് എന്ന് പറയും. ആരാ ഫാമിലി? ഭാര്യ മക്കളും മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഫാമിലി. വാപ്പിയമ്മയൊക്കെ നാട്ടിലാണ്, ഓലൊന്നും ഫാമിലിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഗൾഫേരെ അഭിപ്രായത്തിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞതിന്, പക്ഷെ വാപ്പാനും ഉമ്മാനും കൂടി അതിൽ പെടുത്തണമല്ലോ, അതും കൂടി കൂടിയതാണുള്ള ഫാമിലിയാറുണ്ടായി. എങ്ങനെ ചുരുക്കി കൂട്ടിയാലും വാപ്പിയമ്മയിലുണ്ട്, എന്നാലുള്ള ഫാമിലി ആകുക. അഹ്ല് എന്നതിൽ ഒരു പക്ഷേ പെടൂലായിരിക്കും. അഹ്ല് എന്ന് പറഞ്ഞതിൽ ഭാര്യയും മക്കളുള്ളൂ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഫാമിലി എന്നുള്ളതിൽ അത് മാത്രമല്ല പെടുക, വാപ്പിയമ്മയും ഒക്കെ അതിൽ പെടും. അതും കൂടിയും പെടുത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റണം. ഒന്നാമത്തെ വാപ്പ. എന്താ വാപ്പാന്റെ പ്രത്യേകത? അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. വാപ്പ സ്വർഗത്തിലെ നടുത്ത വാതിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിന്റെ നടുക്ക് ഒരു വാതിലല്ല, സ്വർഗത്തിന്റെ നടുക്ക് 2 വാതിലാണ്. കാരണം 8 വാതിലാണ്. 8 വാതിലിന്റെ നടുവിൽ 2 വാതിലുണ്ടാവും, ഒറ്റ വാതിലല്ല ഉണ്ടാവുക. അപ്പൊ വാപ്പ സ്വർഗത്തിന്റെ 2 വാതിലാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാന്ന് തോന്നിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ്. വാപ്പ നമ്മക്ക് എന്താ ചെയ്യുന്നത് നമ്മൾ നേർക്ക് നേരെ കാണുന്നുണ്ട്. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ ഉപദേശിച്ച ഉപദേശത്തിൽ വാപ്പാനെ പറ്റിയിട്ടുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് മോനെ ഇജന്റെ വാപ്പാൻ അംഗീകരിക്കണം എന്ന് പറയാനുള്ള ആർജവമുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനൊരു കുറഞ്ഞ ധൈര്യമൊന്നും പോരാ, അതിനൊരു വലിയ ധൈര്യം വേണം. സയ്യിദുനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി വവസ്സൈനൽ ഇൻസാന, മനുഷ്യനോട് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു, ബിവാലിദൈഹി ഹുസ്ന, വാപ്പാക്കും ഉമ്മാക്കും ഹുസ്ന, നന്മ ചെയ്യണമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്ത് ഉദ്ധരിച്ചു. ലുക്മാനുൽ ഹക്കീം മകന് കൊടുത്ത ഉപദേശം, മോനെ അല്ലാഹ് പറയുന്നുണ്ട് വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ശേഷം ഉമ്മാനെ പറ്റിയാണ് പറയണത്, വാപ്പാനെ പറ്റി പറയണില്ല. പിന്നെ പറയണത് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ,
ഹംലുഹു വഫിസാലുഹു ഫീ അമൈൻ. വാപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് ഉമ്മ നിന്നെ ഗർഭം ധരിച്ചത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. അപ്പൊ എന്തേ വാപ്പാനെ പറഞ്ഞു? വാപ്പ എന്താ ചെയ്യണെന്ന് നമ്മൾ കാണുന്നുണ്ട്, ഉമ്മ എന്തേ ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഉമ്മ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല, വാപ്പ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ മദ്രസയിൽ കൊണ്ടുപോയി, നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി പുസ്തകം വാങ്ങി തന്നു, സ്ലേറ്റ് വാങ്ങി തന്നു, പേന വാങ്ങി തന്നു, ഷവർമ കൊടുന്നു തന്നു, ഒക്കെ വാപ്പ ചെയ്താണ്. ഇമ്മപ്പം എന്ത് ചെയ്തു? വാപ്പ കൊണ്ടുവരുന്ന പഞ്ചസാരയും ചായപ്പൊടിയും കൊണ്ട് ചായ ഉണ്ടാക്കുന്നുണ്ട്, വാപ്പ കൊണ്ടുവരുന്ന മീൻ കൊണ്ട് കറിയൊക്കെ ഉണ്ട്. ഉമ്മയായിട്ടൊന്നും ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു തരാണ് ഉമ്മ ചെയ്തത് ഇതാണ്. ഏത്? ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ന് ഹംലുഹു വഫിസാലുഹു ഫീ അമൈൻ. 3 പ്രയാസങ്ങളെ നിന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. വഹ്ന് എന്ന് പറഞ്ഞത് ഒരു പ്രയാസമാണ്, അലാ വഹ്ന് എന്ന് പറഞ്ഞത് വേറൊരു പ്രയാസമാണ്, ഹംലുഹു വഫിസാലുഹു ഫീ അമൈൻ എന്ന് പറഞ്ഞത് മൂന്നാമത്തെ ഒരു പ്രയാസമാണ്. 3 കാര്യങ്ങളാണ് ഉമ്മ ചെയ്തത്. 1, നിന്നെ ഗർഭം ധരിച്ചു എന്ന പ്രയാസം ഉമ്മ സഹിച്ചു. 2, നിന്നെ പ്രസവിച്ചു എന്ന പ്രയാസവും ഉമ്മ സഹിച്ചു. 3-മത്തേത് ഫിസാലാണ്. ഫിസാൽ എന്ന് പറഞ്ഞാല് മുലയൂട്ടുക എന്നാണ് ആ വാക്കിന് അർത്ഥം വെക്കാറുള്ളത്. പക്ഷെ ആ വാക്കിന്റെ നേർക്കുനേരെ അർത്ഥം മുലയൂട്ടുക എന്നല്ല, മുല കൂടി നിർത്തുക എന്നാണ്. ഫിത്വാമ് എന്നാണ് മുലയൂട്ടുന്നതിന് പറയാം. ഫിസാല് എന്ന് പറഞ്ഞാൽ മുല കൂടി നിർത്തുന്നതിന്റെ പേരാണ്. അപ്പൊ ഒരു വിഷയത്തിന്റെ അവസാനം കൊണ്ട് അതിന് പേരിട്ടു എന്ന് മാത്രം. എന്താ അവസാനം കൊണ്ട് പേരിടാൻ കാരണം? മുലയൂട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് മുല കൂടി നിർത്തുന്ന രംഗം. കുറേ ആൾക്കാരോട് ചോദിക്കും, നിർത്തല്ലേ, എന്നാ നിർത്തിയാലോ, ഞാൻ നാളെ നിർത്തിയാലോ, മറ്റന്നാൾ നിർത്തിയാലോ. സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രയാസമുള്ള ഒരു ഘട്ടമാണ് കുട്ടികളുടെ മുല കൂടി നിർത്തുന്ന രംഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പറയാനുണ്ടായ കാരണം. അപ്പൊ 1-മത്തെ വാപ്പ, 2-മത്തെ ഉമ്മ. കുടുംബാണ് വാപ്പ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാണുന്നതാണ്. മരണത്തിന് മുമ്പ് ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി കാണും. വാപ്പാനേറ്റ് കുട്ടികൾക്ക് ഭയങ്കര ബന്ധമാണ്, ഭയങ്കര അടുപ്പാണുള്ളത്. ഒരു കുട്ടി ഇങ്ങനെ കരയാണെന്നൊക്കെ, ചെറിയ കുട്ടി, ഒരു കുട്ടി കരയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഇടയിൽ ഒരു കുട്ടി വന്ന് പെട്ടാല് ആ കുട്ടി കരയും. ഇങ്ങനെ 4 പുറത്തേക്ക് ഇങ്ങനെ നോക്കും, അപ്പൊ പരിചയമുള്ള ആരും കാണാനില്ല, അപ്പൊ കുട്ടിയാണ് കരയും, കാരണം ആരും പരിചയമില്ല. അപ്പൊ കുട്ടിയുടെ വാപ്പ ഇങ്ങനെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്, വാപ്പ വന്നുകൊണ്ട് കൈമ പിടിച്ചാൽ കരച്ചിൽ നിർത്തും. വാപ്പാന്റെ അടുത്തുനിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ, വാപ്പാന്റെ അടുത്തുനിന്ന് കുട്ടി കരഞ്ഞാല് ഉമ്മ വന്നുകൊണ്ട് എടുത്താൽ നിർത്തും. അപ്പൊ വാപ്പയേക്കാൾ പരിചയം ഉമ്മായാണ്, അതുകൊണ്ടാണ് നിർത്തിയത്. ഇനി ഉമ്മാന്റെ അടുത്തുനിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ, ഉമ്മാന്റെ അടുത്തുനിന്ന് ഒരു കുട്ടി കരഞ്ഞാൽ ഇനി ഉമ്മാനേക്കാൾ പരിചയമുള്ള ആള് വരണ അപ്പൊ നിർത്തും. ആരാ ഉമ്മാനേക്കാൾ പരിചയമുള്ളത്? അത് അള്ളാഹു ആണ്. അതുകൊണ്ടാണ് ഉമ്മ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടിക്കൊടുക്കണത്. അതാണ് ഉമ്മ ഇങ്ങനെ. താരാട്ടിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഉമ്മയേക്കാൾ പരിചയമുള്ള ആളെ കൊണ്ടുവരികയാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഉമ്മയേക്കാൾ പരിചയമുള്ള ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അയാൾ വരും, മനസ്സിൽ വരും, അപ്പൊ കരച്ചിൽ മാറ്റും. ഇനി ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ഹസ്ബി റബ്ബിയും ചൊല്ലി കൊടുത്തിട്ട് നിർത്തണില്ലെങ്കിലോ, വാപ്പ എല്ലി കൊടുത്താൽ നിർത്തും. പരീക്ഷ കൊണ്ടു, ഞാൻ വെറുതെ പറയുന്നല്ല. ഉമ്മ ചൊല്ലി കൊടുത്തിട്ട് നിർത്തുന്നില്ല, പക്ഷെ നമുക്കതിന് ഒഴിവാണെന്ന് മാത്രം. ഒഴിവില്ലെങ്കിൽ രക്ഷയൊന്നുമില്ല. ഒഴിവുണ്ടെങ്കിൽ വാപ്പ ചൊല്ലിക്കൊടുത്താൽ നിർത്തും. രാത്രി ഉറക്കത്തിൽ പേടിച്ച് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ പേടിക്കൂല. നോക്കിക്കോളി നിങ്ങൾ, രാത്രി പേടിച്ച് ഉറക്കത്തിൽ ഉണങ്ങുന്ന കുട്ടി ഒരു 4 ദിവസം വാപ്പ ഒന്ന് ഉറക്കി കൊടുത്താൽ മതി. ആ കുട്ടി പിന്നെ ഉറക്കത്തിൽ പേടിച്ചു കറിയില്ല. എന്തേ കാരണം?
ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് അള്ളാഹുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് വാപ്പാന്റെ മുതുകിൽ വെച്ച് ആ കുട്ടി അള്ളാഹുവിനെ പരിചയപ്പെട്ടിരുന്നു എന്നതാണ് അതിന്റെ കാരണം. അപ്പൊ വാപ്പയേക്കാൾ ഒരു കുട്ടിയുടെ ജനനത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നത്, ഉമ്മയേക്കാൾ വലിയ പങ്ക് വഹിക്കുന്നത് വാപ്പയാണ് എന്ന് കാണാം. ഒരു കുട്ടിയുടെ ജനനവും അവന്റെ വളർച്ചയും ഒക്കെ തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ വാപ്പയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വളർച്ചയെത്തിയ ഒരു അണ്ഡം ഉണ്ടായിരിക്കും, അതുകൊണ്ട് കുട്ടി ഉണ്ടാവില്ല. പിന്നെന്താ, വാപ്പയുടെ ഇന്ദ്രിയത്തിൽ നിന്ന് ജീവാംശമുള്ള മുൻകടക്കാൻ കഴിവുള്ള ഒരു അണു ഫലൂപ്പിയൻ ട്യൂബ് എന്ന ട്യൂബിലൂടെ ഓടിയിട്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിലെത്തി വളർച്ചെത്തിയ അണ്ഡവുമായി സംയോജിച്ചെങ്കിൽ മാത്രമേ കുട്ടി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ തീരുമാനത്തിന്റെ പിന്നിൽ വാപ്പയാണുള്ളത്. പരിശുദ്ധമായ ഖുർആൻ അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഇന്നാ ലഖദ് ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നുത്ഫത്തിൻ, ഇന്ദ്രിയത്തിൽ നിന്ന്, അണ്ഡത്തിൽ നിന്ന് എന്നല്ല പറഞ്ഞത്, ഇന്ദ്രിയത്തിൽ നിന്ന്. മിൻ നുത്ഫത്തിൻ അംശാജിൻ, കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന്. വാപ്പാന്റെ മുതുകിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സാധനത്തിനാണ് നുത്ഫത്ത് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പുള്ളത്. അപ്പൊ ഒരു കുട്ടി വേണോ വേണ്ടേ എന്ന തീരുമാനത്തിൽ വാപ്പാക്കാണ് വലിയ പങ്കുള്ളത്. അതുകൊണ്ടാണ് ആദ്യമായിട്ട് വാപ്പാനെ പറയണതിന്റെ കാരണവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യം പടച്ചതും വാപ്പാനെയാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. അല്ല, ആദ്യത്തത് ഉമ്മയാണെങ്കിൽ അല്ലാഹു തആല ആദ്യം പടക്കേണ്ടത് ഉമ്മാനെയാണല്ലോ. ആദ്യം പഠിച്ചത് വാപ്പാനെയാണ്, വാപ്പയാണ് ആദ്യത്തെ. സയ്യിദുനാ അബുൽ ബഷർ ആദം അലൈഹിസ്സലാമിനെയാണ് ആദ്യം പഠിച്ചത്. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ അവരിൽ നിന്നു തന്നെ ഇണയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ആദം നബിനെ ആദ്യം പഠിച്ചു, അതിൽ നിന്ന് ഇണയെ പഠിച്ചു. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. നിങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഓരോരുത്തരിൽ നിന്നും അവരുടെ ഇണകളെ സൃഷ്ടിച്ചു. പ്രാഥമികമായി ആദം നബി അലൈഹിസ്സലാം എന്ന വാപ്പയിൽ നിന്ന് ഹവ്വ ബീവി റളിയല്ലാഹു അൻഹാ എന്ന ഇണയെ സൃഷ്ടിച്ചു. എന്നിട്ടോ ഇണയെ സൃഷ്ടിച്ചു. അവർ സ്വർഗത്തിൽ നിന്ന് വിവാഹം കഴിച്ചതെങ്കിലും എന്താ ഇനിയിപ്പോ വേണ്ടതെന്ന് ഓൽക്ക് അറിയില്ലായിരുന്നു. ഒരാൾ ആണാണ്, ഒരാൾ പെണ്ണാണ്, എന്തോ ഒരു ആകർഷണീയത ഉണ്ട് എന്നതൊക്കെ ശരിയാണ്. സ്വർഗത്തിൽ നിന്ന് വിവാഹമൊക്കെ കഴിഞ്ഞു, ഒക്കെ ശരിയാണ്. പക്ഷെ ഭാര്യയും ഭർത്താവും എങ്ങനെ ജീവിക്കുക എന്നുള്ളത് അവർക്കറിയില്ല. ഭൂമിയിൽ വന്നതിന് ശേഷം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വ ബീവിയെയും പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ ഇണ ചേർന്നത് എന്ന് അൽ ബിദായത്ത് വൻ നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചതിന് ശേഷമാണ് ആദ്യത്തെ വാപ്പയും ആദ്യത്തെ ഉമ്മയും ഇണ ചേർന്നിട്ടുള്ളത്. ജന്മനാ മനുഷ്യന് അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഇല്ല. അത് പഠിച്ചുണ്ടാക്കുന്നതാണ്, അത് പഠിച്ചതാണ്. പക്ഷെ എവിടുന്ന് പഠിച്ചു എന്നുള്ളതാണ് പലപ്പോഴും പ്രശ്നം. വാപ്പയും ഉമ്മയും പഠിപ്പിച്ചിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേറെ എവിടുന്നേലും പഠിച്ചതാണെങ്കിൽ അതിൽ അബദ്ധം പറ്റും. അപ്പൊ ഒന്നാമത്തെ വാപ്പയാണ് ഏറ്റവും പ്രധാനം. എന്നാലും ഉമ്മ അപ്രധാനമാണ് എന്നതിന് ഇതിനർത്ഥമല്ല. ഉമ്മ വളരെ പ്രധാനം തന്നെയാണ്. പരിശുദ്ധമായ ഖുർആൻ ആദ്യം പറയുന്നത് തന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ആദ്യം പറയുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പാണ്.
ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അലഖിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അലഖ് എന്ന് പറഞ്ഞാൽ രക്തക്കട്ട എന്നാണ് അതിന്റെ അർത്ഥം. മാംസക്കട്ട എന്ന് അർത്ഥം വെക്കാം, നമ്മളിപ്പോ തൽക്കാലം രക്തക്കട്ട എന്ന് വെക്കുക. രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, വാസ്തവത്തിൽ ഖുർആൻ ഷരീഫ് ആദ്യം പറയണ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത്, ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവിയായ മനുഷ്യനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് അതും അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നു. എന്നിട്ട് നടുക്കെന്ന് ഇങ്ങട്ടാ പറഞ്ഞത്. ശ്രദ്ധിച്ചോ നിങ്ങളെന്ന് അറിയില്ല എനിക്ക്. മനുഷ്യന്റെ ആദ്യത്തെ രൂപം ഇന്ദ്രിയമാണ്, പിന്നീട് രക്തക്കട്ടയാണ്, പിന്നീട് മാംസക്കട്ടയാണ്, പിന്നീട് എല്ലുകളാണ്, പിന്നീട് മാംസമാണ്, പിന്നീട് റൂഹാണ്. അങ്ങനെയാണ് മനുഷ്യന്റെ വരവ്. അപ്പൊ തുടക്കത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യർ സൃഷ്ടിച്ചു എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ഒന്നുകിൽ രക്തക്കട്ടയിൽ നിന്ന് എന്നാണ്, അല്ലെങ്കിൽ മാംസക്കട്ടയിൽ നിന്ന് എന്നാണ്. എന്തേ നടുക്കെന്ന് ഇങ്ങോട്ട് പറയാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. നുത്ഫത്ത് എന്ന ഇന്ദ്രിയം ഇന്ദ്രിയമായിരിക്കുന്ന സമയത്ത് കുട്ടിയാവൂല. ഇന്ദ്രിയം ഉമ്മയുടെ അണ്ഡവുമായി സംയോജിച്ചതിന് ശേഷം മാത്രമേ കുട്ടി രൂപാന്തരപ്പെടുകയുള്ളൂ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ആദ്യം സംസാരിക്കുന്നതിൽ തന്നെ മാതാവിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് നടുക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞത്, തല പറയാതിരുന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ ഇറങ്ങലിൽ തന്നെ, ആദ്യത്തെ ആയത്തുകളിൽ തന്നെ ഉമ്മയെ കുറിച്ച് പരാമർശിക്കണമെങ്കിൽ തലക്കെന്ന് പറയാൻ പാടില്ല. നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഉമ്മ പെടൂല, അലഖത്ത് എന്ന് പറഞ്ഞാലേ അതിൽ ഉമ്മ പെടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് തുടക്കത്തെന്ന് പറയാതെ നടുക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് സംശയങ്ങൾ അപ്പം നമുക്ക് അതിനെ തുടർന്ന് ഇങ്ങനെ വരാണ്ട്, ഒരുപാട് സംശയം വരാണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചിട്ടുള്ളത് അലഖത്തിൽ നിന്നല്ല. ആദം നബിനെ അലഖത്തിൽ നിന്നല്ലല്ലോ പഠിച്ചത്. അപ്പൊ പിന്നെ അലഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചർച്ച പിന്നെ നടത്തേണ്ടി വരും. കാരണം ആദം നബി മനുഷ്യൻ തന്നെയുള്ളോ. മനുഷ്യനെ അലഖത്തിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാല്, മനുഷ്യനെ അലഖിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആദം നബി എന്ന് ഒഴിവാൻ പാടില്ല. വാസ്തവത്തിൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല പഠിച്ചത് അലഖിൽ നിന്നല്ല. അപ്പൊ പിന്നെ ഒന്നുകിൽ ആദം നബി അലൈഹി ഇസ്ലാം മനുഷ്യനല്ലാതിരിക്കേണ്ടി വരും, അല്ലെങ്കിലോ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് അലഖ് എന്ന് പറഞ്ഞതിന് വേറെ വല്ല അർത്ഥവുമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോ അൽ ഇൻസാനിനെയാണ് അലഖിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖ അൽ ഇൻസാന മിൻ അലഖ്. അൽ ഇൻസാനിനെയാണ് അലഖിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അൽ ഇൻസാൻ എന്ന് പറയുന്നത് ആരാണെന്ന് പരിശോധിക്കേണ്ടി വരും. ഏതാണ് അൽ ഇൻസാൻ എന്ന് പരിശോധിക്കണം. പ്രാഥമികമായി നമുക്ക് വിശദീകരണം കുറക്കാൻ വേണ്ടി പറയാം. അൽ ഇൻസാൻ എന്ന് പറഞ്ഞത് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബി തങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ പരാമർശം എന്ന് വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നുത്ഫത്ത് എന്ന് പറയാമായിരുന്നില്ലേ? അത് പറയാൻ പറ്റൂല. കാരണം നബി തങ്ങളുടെ വാപ്പാനെ മാത്രം കൂട്ടിയാ പോരാ, നബി തങ്ങളുടെ ഉമ്മയെയും കൂടി ചേർക്കേണ്ടതുണ്ട്. അതിനാണ് അലഖത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ലോക ചരിത്രത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിച്ചിട്ടുള്ള ഗർഭിണിയാണ് സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ, നബി തങ്ങളുടെ ഉമ്മ. ലോക ചരിത്രത്തിൽ ഒരു ഗർഭിണി ഇത്ര സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആമിന ബീവിയാണ്. സാധാരണ ഗർഭിണികളുടെ സ്വപ്നങ്ങൾ പോലും പ്രയാസകരമായിരിക്കും.
ഗർഭിണികൾ ഒരു സ്വപ്നമൊക്കെ കണ്ട ഒരു പാമ്പിനൊക്കെ കണ്ടാല് വേങ്ങരന്ന് തിരുവനന്തപുരത്ത് കണ്ടെത്തും. ആയാതി പാമ്പിനൊക്കെ കാണും. എന്നാല് ആമിന ബീവി ഗർഭമുള്ള സമയത്ത് കണ്ട സ്വപ്നം പ്രകാശത്തിന്റെ വലിയ വലിയ കൊട്ടാരങ്ങൾ. ഓരോ മുൻകഴിഞ്ഞ അമ്പിയാക്കൾ ഇങ്ങനെ സ്വപ്നത്തിൽ വരിക, എന്നിട്ട് ഇങ്ങനെ വയറിലുള്ള കുട്ടിയെ കുറിച്ചുള്ള ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സന്തോഷകരമായ സ്വപ്നങ്ങളെയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ടത്. ലോക ചരിത്രത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ച ഗർഭിണിയായ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയെ അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടുക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഖുർആനിന്റെ ആദ്യത്തെ പരാമർശത്തിൽ തന്നെ ഉമ്മാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആയത്ത് തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒരു മനുഷ്യനെ നന്നാക്കാൻ 3 കാര്യങ്ങളാ ചെയ്യാം. 1 നസീഹത്ത് ചെയ്യും, ഉപദേശം, നസീഹത്ത്. 2 വസിയത്താണ്. 3-മത്തത് ഇൽഖാ ആണ്. 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ നന്നാക്കാൻ ചെയ്യുന്ന പരിപാടി. അതിലെ നടുക്കത്തതാണ് വസിയത്ത് എന്ന് പറഞ്ഞത്. 1-മത്തതാണ് നസീഹത്ത്, ഉപദേശം. ഉപദേശം ചിലർ ഉൾക്കൊള്ളും, ചിലർ ഉൾക്കൊള്ളൂല. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വസിയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാലും ഒഴിവാക്കരുത് ട്ടോ എന്ന് പറഞ്ഞതിനാണ് നാടൻ ഭാഷയിൽ വസിയത്ത് എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത മരണത്തോട് കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് അത് വസിയത്തായിത്തീരുന്നത്. അങ്ങനെയാണ് മനുഷ്യനോട് വാപ്പാനും മാനും നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തേപ്പോ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉപദേശങ്ങൾ ഖുർആനിൽ ഇത്ര പ്രാധാന്യത്തോടെ പറയാൻ കാരണം, മിഞ്ഞാന്ന് വാഫി ക്യാമ്പസിൽ, കാളികാവ് വാഫി ക്യാമ്പസിൽ ഇതുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അർഹാം അസംബ്ലി എന്നുകൊണ്ട് രക്ഷിതാക്കളുടെ സംഗമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പാരന്റിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഈ സംഭവം പറഞ്ഞത് സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു അദ്ദേഹം സുഡാനിയാണ്. ലുക്മാൻ ഹക്കീം സുഡാനിയാണ്. ആള് കറുത്ത വർഗ്ഗക്കാരനാണ്. ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായമുണ്ട്. ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായം പരിഗണിച്ചാൽ തന്നെ സുഡാനോട് ചേർന്ന പ്രദേശമാണ്. കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ളതിൽ തർക്കമില്ല. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ലുക്മാൻ ഹക്കീം എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമ്മളെ മനസ്സിലൊരു ചിത്രം വന്നോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ്. ആ മനുഷ്യന്റെ രൂപം മനസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞതാണ്. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹു വലിയ മനുഷ്യനാണ്. ഒരു ദിവസം അങ്ങനെ നടന്നു പോണ സമയത്ത് ഒരാള് വന്നിട്ട് പറഞ്ഞു, ലുക്മാനെ മരുന്ന് വാങ്ങാൻ പൈസ ഞാൻ എൻ്റെ അടുത്ത് എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം. ലുക്മാന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്ജൊരു കാര്യം ചെയ്തോ, ഈ ഇന്നെ കൊണ്ടുപോയി വിറ്റിട്ട് മരുന്ന് വാങ്ങിക്കോ. അയാൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ലുക്മാനെ കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയിട്ട് വിറ്റു, മരുന്ന് വാങ്ങി. കുറെ കാലം സയ്യിദുനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അടിമയായി ജീവിച്ചു. അവസാനം സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി യജമാനന് കൊടുത്ത് മോചനം നേടി. എന്നിട്ട് കല്യാണം കഴിച്ചു. എന്നിട്ടൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയോട് അദ്ദേഹം ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശത്തിന്റെ പ്രത്യേകത? സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു എന്നും വൈകുന്നേരം, എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഉമ്മയോട് ചോദിക്കാറുണ്ടായിരുന്ന ഒരു ചോദ്യം. എന്നോ രാവിലെ പെരേന്നിറങ്ങുമ്പോ ഉമ്മാട് ചോദിക്കും, ഉമ്മ ഞാൻ പോയി വരട്ടോ, നിങ്ങൾക്ക് എന്താ ഞാൻ വരുമ്പോ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും. ഉമ്മ എന്തേലും ഒന്ന് പറയും, മോനെ കൊമ്പൻ ജാതി കൊണ്ടുവരി, അല്ലെങ്കിൽ ഓരോ ജനാതി കൊണ്ടുവരി, നമ്മളെ നാടൻ ഭാഷ എന്തോ പറയും. ഉമ്മാക്ക് ഇങ്ങനെ പ്രായം കൂടി ഇങ്ങനെ വന്നു. അപ്പോഴും ലുക്മാൻ ഈ ചോദ്യം തുടരും, എന്നും ചോദിക്കും. ഉമ്മാക്ക് പ്രായം കൂടിയ സമയത്ത് ഒരു ദിവസം ലുക്മാൻ ചോദിച്ചു, രാവിലെ പോകുമ്പോ ഉമ്മ ഞാൻ പോയി വരാം, ഉമ്മാക്ക് എന്താ ഞാൻ വരുമ്പോ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞു, മോനെ അന്ന് വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് സ്വർഗത്തുനിന്ന് ഒരു പൊടി മണ്ണ് കൊണ്ടുവരുണ്ടോ. സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു കുറെ സമയം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉമ്മ
ഇന്ന് ഞാൻ പോണില്ല, കാരണം സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടിരണ്ടേ, ഇന്ന് ഞാൻ പോണില്ല. സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരാൻ പോണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കാലിന്റെ ചോട്ടിന്ന് ഒരു പിടി മണ്ണ് ഇങ്ങനെ എടുത്തുങ്ങാണ്ടാണ് കൊടുത്തു. ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മളിൽ എത്ര പേർക്ക് ഈമാനായിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കേണ്ടത്. അത് നമുക്ക് ഈമാനായിട്ടുണ്ടോ ഇല്ലേ? അത് ഈമാനായിക്കണമെങ്കിൽ ഒരു മനുഷ്യനും സലാമത്താവും. ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനും ഈ ഒരു കാര്യം ഈമാനായ സലാമത്താവും, ഉറപ്പാണ് ആ കാര്യം. കാരണം സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് ഉമ്മാനെ സംതൃപ്തിപ്പെടുത്തുക എന്നത്. ഏത് കള്ളുടിയനെ പരിശോധിച്ചോളി, വ്യഭിചാരിയെ പരിശോധിച്ചോളി, പലിശക്കാരനെ, കൊള്ളക്കാരനെ പരിശോധിച്ചോളി, ഓനും ഓൻ്റെ ഉമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ തെറ്റി സഞ്ചരിക്കണമെങ്കിൽ ഉമ്മയോട് പ്രശ്നമില്ലാതെ നടക്കൂല. കാരണം ഉമ്മാന്റെ കാലിലോട്ടേക്കുള്ള വഴിയാണ് സ്വർഗത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. ആ വഴിയിൽ നിന്ന് തെറ്റാതെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് ഒരു മനുഷ്യൻ തെറ്റൂല. അതുകൊണ്ട് ആദ്യം നന്നാവാൻ കരുതിയോര് ആദ്യം നന്നാവേണ്ടത് ഉമ്മാനോടേറ്റാണ്. വേറെന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഭാര്യനോട് ഒരാള് ഇജിന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞാല് ആ സമയം പോയി. ഉമ്മാനോട് 1000 വട്ടങ്ങൾ ഇന്റെ ഉമ്മല്ല എന്ന് പറഞ്ഞാലും ഉമ്മ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഒരിക്കലും മുറിയാത്ത ബന്ധം. അള്ളാഹു നമ്മളെ കയ്യുമ്മ മുറി ഉണ്ടായാല് അത് ഉണങ്ങിയാൽ അതിന്റെ അടയാളം മാഞ്ഞു പോകും. കാലുമ്മ ഉണ്ടായാല് എത്ര വലിയ മുറിയാണെങ്കിലും കുറെ കാലം കഴിയുമ്പോ അതിന്റെ അടയാളം പോവും. എന്നാൽ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മളിലേക്ക് കണക്ഷൻ തന്നിരുന്ന പൊക്കിൾ കൊടി അവിടുന്ന് മുറിച്ചെടുത്തപ്പോഴുള്ള ആ കുജ് തൂർന്നിട്ടില്ല. മേലെന്ന് താഴത്ത് കളന്നാലും അടിയിന്ന് മേലത്ത് കളന്നാലും സെന്ററിലാണ് പൊക്കിളുള്ളത്. ഒരു മനുഷ്യന്റെ സെന്ററിലാണ് അവന്റെ പൊക്കിൾ നിലകൊള്ളുന്നത്. ഉമ്മയിൽ നിന്ന് നമുക്ക് അല്ലാഹു തആല തന്നിരുന്ന കണക്ഷനാണത്. കുജ് തൂർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കണക്ഷൻ മുറിഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കുജ് തീരാത്ത അതുകൊണ്ടാണ്, കണക്ഷൻ മുറിയാത്തോണ്ടാണ്. ഇത് നമുക്ക് മനസ്സിലാവണം. ആദ്യം മനസ്സിലാവേണ്ട ഒരു കാര്യം അതാണ്. ബാക്കി എല്ലാം ശരിയായി. ഉമ്മാനേറ്റ് ഒരാൾ പ്രശ്നം തീർന്നാല് നഖം മുറിക്കാൻ സമയം കിട്ടാത്തവൻ വരെ ഉമ്മയോട് പ്രശ്നമുള്ളവനാണ്. കുളിക്കാൻ നേരം കിട്ടണില്ല, അവനവന്റെ ഉമ്മയോട് പ്രശ്നം ഉണ്ടാവും. ഒരു മനുഷ്യന്റെ ഫിത്രത്ത് എന്ന് പറയുന്ന മാനുഷിക പ്രകൃതം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മയോട് അവന് പ്രശ്നമുണ്ട്. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ ഉമ്മയോട് പ്രശ്നമില്ലാതെ പോകൂല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനമാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആനിൽ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുരുക്കി പറയാം. വാപ്പാനി ഉമ്മാനി നോക്കണോനാണ് മക്കളെ നോക്കാൻ അവകാശമുള്ളത്. നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. എന്തേ കാര്യം? നമ്മളമ്മാനും വാപ്പാനും നമ്മൾ നോക്കിയിട്ടില്ല. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞ ഉപദേശം കേട്ടു എന്ന് മാത്രല്ല, നമ്മളോട് അല്ലാഹു തആല അത് പറയും കൂടി ചെയ്യാണ്. നീഗ്രോ വർഗക്കാരനായ, സുഡാനിയായ, കറുത്ത വർഗക്കാരനായ ഒരു മനുഷ്യൻ തന്റെ മകനെ ഉപദേശിച്ചിരുന്നു എന്ന് മാത്രല്ല, ഉപദേശം എന്തൊക്കെയെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. എന്തൊക്കെ ഉപദേശങ്ങളാണ്! വലാ തംശി ഫിൽ അർളി മറഹ. സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ കൊടുക്കുകയാണ്. മോനെ, നീ ഭൂമിയിൽ അതിക്രമം കാണിച്ചു നടക്കരുത് മോനെ, അക്രമം കാട്ടി നടക്കരുത്. ഉപദേശം അവിടെ നിൽക്കട്ടെ, ഉപദേശിക്കാനുള്ള യോഗ്യത വാപ്പ നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. തൊള്ളോണ്ട് പറയണമെന്നൊന്നുമില്ല, എന്നാല് യോഗ്യത ഉണ്ടെങ്കിൽ. ഉസ്താദ്മാര് ശിഷ്യന്മാരോട് പലതും പറയുകയൊന്നുമല്ല, പറയേണ്ട ആവശ്യമില്ല, എല്ലാതും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ യോഗ്യത ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വാപ്പാക്ക് യോഗ്യത ഉണ്ടാകും.
ഞമ്മക്കൊരു 3 സെന്റ് സ്ഥലവും അതിലൊരു ചെറിയ കൂടപ്പരി ഉണ്ടാവുമ്പോത്തിന് അവിടെ ഇരുന്നുങ്ങാണ്ട് തറവാട്ട് പാർക്കണ വാപ്പാനി ഇമ്മാനി ഇങ്ങനെ കുറ്റം പറഞ്ഞാലേ മക്കളോട് ഉപദേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കണം. അവനാന്റെ വാപ്പാനി ഇമ്മാനി നോക്കിയാലാണ് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുക, ഇല്ലെങ്കിൽ അതുണ്ടാവില്ല. അതാണ് ലുക്മാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അപ്പൊ 1 വാപ്പ 2 ഉമ്മ, 1 വാപ്പ 2 ഉമ്മ. 3-മത്തതാണ് കുടുംബം എന്ന് പറയുമ്പോ ഭാര്യ, 4-മത്തതാണ് കുടുംബം എന്ന് പറയുമ്പോ ഭർത്താവ്. എന്താ ഭാര്യ? ഇപ്പൊ ഒരുപാട് പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് ആർക്കും അവരവരെ കുറിച്ചറിയേണ്ടതില്ല. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള വലിയൊരു പ്രശ്നമാണത്. ഭർത്താക്കന്മാർക്കൊക്കെ അറിയേണ്ടത് ഭാര്യമാര് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരണം എന്നാണ്. ഭാര്യമാർക്കൊക്കെ അറിയേണ്ടത് ഭർത്താക്കന്മാര് ഞങ്ങൾക്കൊക്കെ എന്തൊക്കെ ചെയ്തു തരേണ്ടത് എന്നാണ്. കുടുംബയോഗത്തിനും കുടുംബ ക്ലാസ്സിനൊക്കെ വിളിക്കുമ്പോൾ പുതിയാപ്പിളാരൊക്കെ വന്നിട്ട് പറയും പെണ്ണുങ്ങളെ പറ്റി നല്ലൊന്ന് പറയുന്നുണ്ട്, നല്ല പെണ്ണുങ്ങളുണ്ട് ഇവിടെ, കൊള്ളായിട്ട് അപ്പുറത്തും ഉണ്ട്, അതുകൊണ്ട് നല്ല പെണ്ണുങ്ങളെ പറ്റി പറയുന്നുണ്ടോ എന്ന് പറയും. പെണ്ണുങ്ങൾക്ക് എങ്ങാനും എന്താ പറയേണ്ടതെന്ന് നമ്മൾ കേൾക്കാനൊരു അവസരം കൊടുത്താൽ ഓല് നിർബന്ധമായിട്ടും പറയും ആണുങ്ങളെ പറ്റി ഒന്ന് പറയുന്നുണ്ടോ. അങ്ങനെയാണ്. ആർക്കും അവനാനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വയസ്സന്മാര് പറയും കുട്ടികളെ പറ്റി പറയുന്നുണ്ടോ എന്ന്, കുട്ടികൾ പറയും വയസ്സന്മാരെ പറ്റി പറയുന്നുണ്ടോ. നിസ്കരിക്കണവര് പറയും കുറച്ച് നിസ്കരിക്കാത്ത ചെക്കന്മാരുണ്ട് ഓലെ പറ്റി ഒന്ന് പറയുന്നുണ്ടോ പറയും. നിസ്കരിച്ചാത്തവര് പറയും ഇവിടെ ഉണ്ട് കുറച്ച് നിസ്കാരക്കാർ ഓലെ പറ്റി ഒന്ന് പറയുന്നുണ്ടോ എന്ന്. അങ്ങനെ ആർക്കും അവനാനെ പറ്റി അറിയണ്ട. അത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ആർക്കും ഓലെ പറ്റി അറിയണ്ട. നബി തങ്ങളുടെ ഹദ്റത്തിൽ സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കാറുണ്ടായിരുന്നത് നബിയെ ഞങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞു തരീന്നാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും വരും, എന്നിട്ട് പറയും അല്ലാഹുവിന്റെ റസൂലേ, ഒരു ഭർത്താവ് ഭാര്യക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരൂ നബിയേ. أن تطعمها إذا طعمت وأن تكسوها إذا اكتسيت ولا تقبح ولا تضرب الوجه നബി തങ്ങളോട് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, നബിയെ ഭർത്താക്കന്മാരായ ഞങ്ങൾ ഭാര്യമാർക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്? മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഭക്ഷിച്ചാൽ നിന്റെ ഭാര്യക്കും ഭക്ഷണം കൊടുക്കണം, ഇല്ലെങ്കിൽ രണ്ടാക്കും വേണ്ട. ഇജ്ജിങ്ങനെ വൈകുന്നേരം അസ്രക്കാരൻ കഴിഞ്ഞിട്ട് പിടി പോയിട്ട് ഇങ്ങനെ പൊറാട്ടയൊക്കെ തിന്ന ഓള് പിന്നെ പിന്നെ മുറുക്കും ചായയും കുടിക്കാം. ഇജ്ജ് തിന്നാണെങ്കിൽ ഓക്കും കൊടുക്കണം. അപ്പത്തന്നെന്നൊന്നുമില്ല, അപ്പത്തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. പാർസലായിട്ട് വാങ്ങിക്കോ, കുറച്ചുകൊണ്ട് കൊടുത്താൽ മതി. അല്ലെങ്കിലോ ഇടക്കോ ഓളയും കുട്ടികളൊക്കെ ആയിട്ട് ഒന്ന് പോന്നങ്ങാണ്ട് പേടിയും തിന്നള, കുഴപ്പമൊന്നുമില്ല. ഇത് തിന്നണമൊക്കെ ഓർക്കും കൊടുക്കണം. അല്ല ഇല്ലെങ്കിൽ രണ്ടാക്കും വേണ്ട, കുഴപ്പമൊന്നുമില്ല. എന്നു രാവിലെ ഇങ്ങനെ നല്ല തുണി കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങണു. വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ എടുത്തിട്ട് നല്ല ലിനന്റെ തന്നെ നോക്കി വാങ്ങും. 2000, 2500, 3000 പോക്ക് കീറിയ മാക്സി, അതാണ് നിർത്തിക്കളാൻ. വെടക്ക് സംസാരം നടത്തരുത്. പറയാണ്ടെങ്കിൽ വളരെ മാന്യമായി പറയാം. വെടക്കായ സംസാരം നടത്തരുത്. വെടക്ക് സംസാരം എന്നുള്ളത് പ്രാദേശികമാണ്. ഓരോ പ്രദേശത്തേക്കും ഓരോന്നായിട്ട് മാറി വരും. ആ പ്രദേശത്തുള്ള മോശപ്പെട്ട സംസാരം ചെയ്യരുത്. വലാ തളിരിബിൽ വജ്ഹ, മുഖത്തടിക്കരുത്. അവനാന്റെ പെണ്ണുങ്ങളാന്ന് എഴുതിയിട്ടും മുഖത്തടിക്കാൻ പാടില്ല. പിന്നെയോ കിടപ്പറയിലല്ലാതെ അവരുമായി ഒഴിഞ്ഞു നിൽക്കരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ ആരും അറിയാൻ പാടില്ല. പിന്നെ കിടക്കാൻ ചെല്ലുന്നിടത്ത് മാത്രമേ തിരിച്ചറിയാൻ പാടുള്ളൂ. സ്വഹാബത്ത് നബിയോട്, നബിയെ ഭർത്താക്കന്മാരെന്തൊക്കെ ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞതാണ്. സ്വഹാബിയാത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുക്കൽ വരാറുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കും, നബിയെ പുരുഷന്മാര് യുദ്ധത്തിന് പോകുന്നു, അവർ യുദ്ധത്തിന്റെ സവാബിനെ കൊണ്ടുപോകുന്നു. അവർ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരുന്നു, ജമാഅത്തിന്റെ കൂലിയും അവർ കൊണ്ടുപോകുന്നു. ഞങ്ങളാണെങ്കിൽ അവരുടെ കുട്ടികളെയും നോക്കി വീട്ടിലിരിക്കുകയാണല്ലോ നബിയേ.
ഞങ്ങൾക്കും അവർക്ക് നൽകുന്നത് പോലത്തെ കൂലി കിട്ടുമോ നബിയേ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബിയത്തെ, അവർക്ക് അല്ലാഹു നൽകുന്നത് പോലത്തെ കൂലി അവരുടെ മക്കളെ നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും അവരുടെ സമ്പത്ത് നോക്കി നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കുറേ പെണ്ണുങ്ങളുടെ പ്രതിനിധിയായിട്ട് സയ്യിദത്തുന ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നിട്ട് നബിയോട് ചോദിച്ചതാണ് ഈ ചോദ്യം. വേറൊരിക്കൽ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു, യാ ഉമ്മു സലമയെ, ഉമ്മു സലമ, ഇദാ ഹമൽതി, നിനക്ക് ഗർഭം ധരിച്ചാൽ. ഉമ്മു സലമ എന്ന് ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പെണ്ണുങ്ങളെ. ഉമ്മു സലമയാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഉമ്മു സലമിനോട് പറഞ്ഞു എന്ന് മാത്രം. പെണ്ണുങ്ങളെ, നിങ്ങൾ ഗർഭം ധരിച്ചാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്ത്രീകളെ, നിങ്ങൾ പ്രസവിച്ചാൽ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. സ്ത്രീകളെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടിയാൽ ഓരോ പ്രാവശ്യം മുലയൂട്ടുന്നതിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ചതിന്റെ കൂലി ലഭിക്കുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എത്രയപ്പോ കൂലി? ഓരോ പ്രാവശ്യം, ഒരു പ്രാവശ്യം മുലയൂട്ടുക എന്ന് അങ്ങനെയല്ല പറയുന്നത്, ഓരോ ഈമ്പലിനും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മസ് എന്നാണ്, മസ് പറഞ്ഞ ഈമ്പൽ എന്നാണ്. ഓരോ പ്രാവശ്യം കുട്ടി മുല കുടിക്കുമ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ച കൂലി നൽകും എന്ന്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇടങ്ങാറായിങ്ങാണ്ട് മുലകൊടുക്കരുത്. ഈ പണ്ടോറടക്കാൻ പറഞ്ഞാണ്ട് മുലകൊടുക്കരുത്. ഔദും ബിസ്മിയും ചൊല്ലിയിട്ട് നല്ല നിയത്തോടു കൂടെ മുലയൂട്ടണം. കാരണം ഓരോ പ്രാവശ്യം മുലയൂട്ടുമ്പോഴും ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു അടിമയെ ഇത്ഖ് ചൊല്ലി മോചിപ്പിച്ച കൂലിയ. പിന്നെന്താ, അതിനുള്ള അവസരം ഉപയോഗപ്പെടുത്തിയാൽ, കൂലി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിൽ നമുക്ക് വലിയ മടിയാണ്. അതിൽപ്പെട്ടൊരു കാര്യമാണിത്. അപ്പൊ ഭാര്യ മനസ്സിലാക്കേണ്ടത് ഭാര്യയെ കുറിച്ചാണ്, ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഭർത്താവിനെ കുറിച്ചാണ്. മറ്റുള്ളവരെ പറ്റി നമുക്ക് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഭർത്താവ് അവന്റെ ബാധ്യതകൾ നിർവഹിക്കണം, ഭാര്യ അവളുടെ ബാധ്യതയും നിർവഹിക്കണം. അയ്യുമംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. അയ്യുമംറാത്തിൻ മാതത്, ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു, വസൗജുഹാ അൻഹാ റാദിൻ, അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അപ്പോ എന്താ ഇവിടുന്നല്ലോ പുറത്തുനിന്ന് ഇലക്ഷന്റെ വാക്യ അതായിരിക്കും അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഒന്ന് കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ഉമ്മ, പിന്നത്തത് വാപ്പ, പിന്നെ ഭാര്യ, പിന്നെ ഭർത്താവ്, ഇനി മക്കൾ അഞ്ചാമത്തെ മക്കളാണ്. വാസ്തവത്തിൽ മക്കൾ എന്ന് പറഞ്ഞാല് അള്ളാഹു നമുക്ക് കൂലി തരാൻ വേണ്ടി വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ്. അള്ളാഹു നമുക്ക് കൂലി തരാൻ വേണ്ടി വെച്ചൊരു സംവിധാനമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ തന്റെ മക്കൾ കാരണം ടെൻഷനായാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത 100 ഷഹീദിന്റെ കൂലി അവന് ലഭിക്കുന്നതാണ്. മക്കളെ കാര്യത്തിൽ ഒരാൾ ടെൻഷനായി, മഹ്മൂമൻ ദുഃഖിതനായാൽ എന്ന് പറഞ്ഞോർത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഐ ബിസബബി ഇയാലിഹി എന്ന് തഫ്സീർ കൊടുത്തിട്ടുണ്ട്. മക്കളുടെ കാര്യത്തിൽ ഒരാൾ ദുഃഖിതനായാൽ, ഒരാൾക്ക് മക്കൾ കാരണം ടെൻഷൻ ഉണ്ടായാൽ, അല്ലെങ്കിൽ നമ്മളെ എല്ലാ ടെൻഷനും അല്ലാഹു തആല കൂലി തരുമല്ലോ, എല്ലാ ടെൻഷനും കൂലി തരും. ബഹുമാനപ്പെട്ട ഖൈസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങൾ ഒരു ഓഫർ കൊടുത്തു. ഖൈസാരാ വബിഖൈസിഹിം വഖതാദത്തിൻ മൻ ഐനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി എന്ന് പറഞ്ഞ ഖൈസ് റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ എപ്പോഴും വരാറുള്ള ഒരു സ്വഹാബിയാണ്. ചെവി ഒരല്പം കേൾവി കുറവാണ് ഖൈസിന്. ചെവി കേൾവി കുറഞ്ഞവര് ഉറക്ക സംസാരിക്കും. അപ്പൊ ഖൈസ് ലേശം ഉറക്ക സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ബഅദാ. നബിയുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ നിങ്ങളാരും സംസാരിക്കരുതേ. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി. സംസാരം കൊണ്ട് നബിയേക്കാൾ ഉറക്കയാക്കരുത്. ആ ആയത്തിന്റെ അവസാനം എത്തുമുണ്ടാവും അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ അതുകൊണ്ട് പൊളിഞ്ഞു പോകും. ഈ ആയത്തിന്റെ ഇറങ്ങിയപ്പോ അതണ്ട് കേട്ടുങ്ങാണ്ട് ആണ്ട് പോയതാണ് ഖൈസ്. പിന്നെ പള്ളിക്ക് വന്നില്ല. കാരണം മഹാനായ ഖൈസ് റളിയല്ലാഹു അൻഹു ഉറക്ക സംസാരിക്കുന്ന ആളാണ്. ഇതുവരെയുള്ള എല്ലാ അമലും പൊളിഞ്ഞു പോയി എന്ന് ഉറപ്പായി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പോണ്ടല്ലോ വെച്ചിട്ടാണ് മൂപ്പര് വരാത്തത്. കുറെ ദിവസം കഴിഞ്ഞു. ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വരാറില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു, ഖൈസ് എവിടെ? അപ്പൊ ആൾക്കാർ പറഞ്ഞു, ഖൈസ് വരലില്ല, കുറെ വന്നിട്ട്, എന്നാ പോയി കൂട്ടിക്കൊണ്ടിരിക്കാറുണ്ട്. അങ്ങനെ ആളെ പറഞ്ഞയച്ചു. പോയി ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്ന്, എന്താ പള്ളിയിലേക്ക് വരാത്തതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, പൊന്നാര നബിയെ, ഖുർആനിലെ ആയത്തിറങ്ങിയില്ലേ, ഇങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അമല് പൊളിഞ്ഞു പോകുമെന്ന് ആയത്തിറങ്ങി. ഏതായാലും ഇതുവരെയുള്ള മുഴുവൻ അമലും പോയി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ വരാത്തതാണ്. ഞാൻ ഉറക്ക വർത്താനം പറയുന്ന ആളാണ്, ഇങ്ങക്ക് അറിയില്ലേന്ന് ചോദിച്ചു. ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേടി നമ്മൾ നോക്കണം. വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ച്, വെള്ളിയാഴ്ച എന്നല്ല ഏത് ദിവസമാണെങ്കിലും പള്ളിയിൽ വെച്ച് ദുന്യവിയായ ഒരു സംസാരം നടത്തിയാൽ 40 കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ 40 ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞമ്മക്ക് വെള്ളിയാഴ്ച ആകണമെങ്കിൽ 2 ഒച്ച ഇടണം. പള്ളിക്ക് വന്നിട്ട് 2 ഒച്ച ഇട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ചന്റെ ഒരു ഫീലിംഗ് കിട്ടൂല. അങ്ങനെയാണ് ഞമ്മ. ഈ ഹദീസൊന്നും ഞമ്മക്കാണ് തലേക്ക് കയറുന്നില്ല സംഗതിയിൽ. ദുന്യവിയായ സംസാരം പള്ളിയിൽ നിന്ന് നടത്തിയാൽ 40 കൊല്ലത്തെ അമല് പൊളിയും എന്ന് പറഞ്ഞ ഹദീസ് ഞമ്മക്കാണ് തലമക്കാണ് കയറില്ല. കാരണം ഞമ്മക്ക് 2 ഒച്ചട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വെള്ളിയാഴ്ച എന്നുള്ളതാണ്. ഒച്ചടല നമ്മളെ അഭിപ്രായത്തിൽ വെള്ളിയാഴ്ച. കുട്ടികളോട് നമ്മൾ ചോദിക്കലില്ല, മോനെ പള്ളിന്റെ മേലെന്ന് ഇന്ന് വർത്താനം കേട്ടിരുന്നു, ഇന്റെ കുട്ടി അതിലുണ്ടായിരുന്നോ എന്ന് നമ്മളാരും ചോദിക്കലില്ല. കാരണം എന്താ, ഈ ഹദീസൊന്നും ഞമ്മക്ക് വലിയൊരു വിഷയമല്ല. തന്നെ പള്ളിയിൽ നിന്ന് ദുന്യവിയ അതിനു വേണ്ടി മാത്രമായിട്ട് വെള്ളിയാഴ്ച പള്ളിയൊക്കെ വന്നാൽ എങ്ങനെ ഉണ്ടാവും? 40 കൊല്ലത്തെ അമല് പൊളിക്കാനായിട്ട് വരിക, മൊബൈലും കയ്യിൽ പിടിച്ചാണ്ട്, എന്നിട്ട് പള്ളിന്റെ മേലെ കയറി നിന്നിട്ട് വർത്താനം പറഞ്ഞിട്ട് 40 കൊല്ലത്ത് ഉണ്ടാവില്ല. ഒരാഴ്ചക്ക് മുഴുവൻ പൊളിച്ചിട്ട് പോവുക, അടുത്ത ആഴ്ച ഇനിയും പൊളിക്കാൻ ബാക്കിയുള്ളതല്ലേ. അങ്ങനെ ഓരോ ആഴ്ചയും വന്ന് ആകെ ഒരു പള്ളിക്കല വെള്ളിയാഴ്ചയാണ് നമ്മൾ ആകെ പോണതുള്ളൂ പള്ളിയേക്ക്. അതൊന്ന് നേരത്തെ വന്നുങ്ങാണ്ട് ഇപ്പൊ ളുഹർ ബാങ്ക് 12:14 13 എന്നിട്ട് ആൾക്കാർ കുറേ ആകെ ഒരു വെള്ളിയാഴ്ച ഉണ്ട്, അത് നേരം വൈകി പോകും. എന്നാ ബാങ്ക് കൊടുത്തിട്ട് പെരേന്ന് പോകുമ്പോ ഉമ്മയോ വാപ്പയോ ഒന്ന് പറയണ്ടേ കുട്ടിനോട്, ഉമ്മ ഒന്ന് ചോദിക്കണ്ടേ, മോനെ എടാ വെള്ളിയാഴ്ച മാത്രമല്ലേ ഉള്ളൂ പള്ളിയേക്ക് പോണത്, ഇന്നൊന്ന് നേരത്തെ പോയിക്കോ. എന്നിട്ട് ആ തട്ടിനോളിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് വർത്താനം പറയാതെ ഇരിക്കൊണ്ടൊന്നും ആരും പറഞ്ഞു കൊടുക്കലില്ല. വാപ്പാരും മക്കളെ ഉപദേശിക്കുന്നില്ല, ഉമ്മാരും ഉപദേശിക്കുന്നില്ല. ഇപ്പത്തെ കുട്ടികൾ ഉപദേശിച്ചാലൊന്നും നന്നാവൂല എന്നതാണ് ന്യായം. അതിനാരടാ പറഞ്ഞു നോക്കിയത് നന്നാവൂല്ലേന്നറിയാന്? ഏത് വാപ്പയെ പറഞ്ഞു നോക്കിയത്, ഏത് ഉമ്മയെ പറഞ്ഞു നോക്കിയത്? എത്ര പറയേണ്ടത്? നിസ്കരിക്കാൻ എത്ര പറയേണ്ടത്? 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും 10 വയസ്സായാൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുകയും വേണം. അങ്ങനെയുള്ളോ? 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. 7 വയസ്സ് തികയണ അന്ന് ഇങ്ങനെ കാത്തുക്കുക. അങ്ങനെ 2017 സെപ്റ്റംബർ 11 7 വയസ്സാവും. അപ്പൊ 2011 സെപ്റ്റംബർ 7 മോനെ, എനിക്ക് 7 വയസ്സായിട്ടോ, നിന്നോട് ഞാൻ നിസ്കാരം കൊണ്ട് ഓർഡർ ചെയ്യുന്നു
പിന്നെ വാപ്പ അങ്ങനെ കാത്തു കഴിഞ്ഞ് 10 ആവട്ടെ എനക്ക് ഞാൻ കാണിച്ചു തരടാ. അങ്ങനെയല്ലല്ലോ. പിന്നെ എത്രയോ പറയേണ്ടത്? 7-ൽ നിന്ന് 10ലേക്ക് 3 കൊല്ലം. 3 കൊല്ലം. ഒരു ദിവസം നിസ്കാരം എന്ന് പറഞ്ഞാൽ 5 നേരം. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമുണ്ട്. അപ്പൊ 5 × 365 × 3 പ്രാവശ്യം പറയണം. ഒരു ദിവസം 5 നേരം. അങ്ങനെ 360 ദിവസം പറഞ്ഞാൽ 1 കൊല്ലാവും. അങ്ങനെ 3 കൊല്ലം പറയണം. അങ്ങനെ അത്രയും നിസ്കരിക്കാൻ പറയേണ്ടത്. ആരെ പറഞ്ഞു നോക്കിയത്? പിന്നെ 10ാമത്തെ വയസ്സിൽ പോലെ തല്ലേണ്ടി ഒന്നും വരില്ല. നമ്മളത് പറയണില്ല. നമ്മൾ 7-ൽ പറച്ചിൽ പറയും. പിന്നെ അടുത്തത് 10-ൽ പറയാൻ നമുക്ക് പുളിവടി വെട്ടിയിട്ട് കൊണ്ടുപോയി അട്ടത്ത് വെച്ച് കാത്തിരിക്കുകയാണ്. 10-ന് തേഞ്ഞിട്ട് വേണം 2 കൊടുക്കാനേ വെച്ചിട്ടാണ്. ഈ കൊടുക്കലാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി. പറച്ചിൽ പരിപാടി പെട്ടതല്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് പറയാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പറഞ്ഞോടത്തൊക്കെ നേരായിട്ടുണ്ട്. വാപ്പാര് പറഞ്ഞോടത്തും നേരായിട്ടുണ്ട്, ഉമ്മാര് പറഞ്ഞോടത്തും നേരായിട്ടുണ്ട്. ഉമ്മാര് പറഞ്ഞാലും നേരാവും. വാപ്പാരെന്നെ പറയണം നിർബന്ധമൊന്നുമില്ല. ഉമ്മമാര് പറഞ്ഞ സ്ഥലത്തും നേരായിട്ടുണ്ട്. ലോക ചരിത്രം നമ്മൾ ഇങ്ങനെ പരിശോധിച്ചാലേ ഉമ്മാര് നോക്കിയ കുട്ടികളാണ് വലിയ മഹത്തുക്കളായി മാറിയത്. ഉമ്മാര് നോക്കിയ കുട്ടികളാണ് വലിയ മഹത്തുക്കളായിട്ടുള്ളത്. ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കാം നമുക്ക്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഉമ്മ നോക്കിയതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ വാപ്പാനെ കുറിച്ച് ഖുർആനിൽ കാണുന്ന എല്ലാ പരാമർശങ്ങളും എളാപ്പാനെ പറ്റിയാണ്. എളാപ്പാനെ കുറിച്ചാണ്. വാപ്പാ നിങ്ങൾ എന്തിനാണ് ശൈത്താനെ ഇബാദത്ത് ചെയ്യുന്നതെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിച്ചത് സ്വന്തം വാപ്പാനോടല്ല, എളാപ്പാനോടാണ്. എളാപ്പാനെ വാപ്പ എന്ന് വിളിക്കുന്ന പതിവുണ്ട്. ആ പതിവനുസരിച്ചാണ് വാപ്പ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉമ്മയാണ് നോക്കിയിട്ടുള്ളത്. എന്തിനാ അങ്ങോട്ടൊക്കെ പോണത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഉമ്മയെ നോക്കിയത്, വാപ്പ നോക്കിയിട്ടില്ല. നബി തങ്ങൾ ഗർഭം ധരിച്ച സമയത്തു തന്നെ നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വഫാത്തായിരുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതാവായ ആമിന ബീവിയാണ് നോക്കിയത്. അതും 6 വയസ്സുവരെ മാത്രമാണ് നോക്കിയിട്ടുള്ളത്. മര്യാദക്ക് നോക്കുകയാണെങ്കിൽ 6 വയസ്സുവരെ നോക്കിയാൽ മതി എന്നതിന് മനസ്സിലാവും. മര്യാദക്ക് നോക്കുകയാണെങ്കിൽ 6 വയസ്സ് വരെ നോക്കിയാൽ മതി, അതിലധികം നോക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഉമ്മ നോക്കിയല്ല, ഞാൻ അവിടുന്ന് താഴത്തെ കുറിച്ചാലും അങ്ങനെ തന്നെയാണ്. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയാണ് നോക്കിയത്. സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരേ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവര് നോക്കിയതാണ്. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. താഴത്ത് കുടിച്ചാലും മേലെ കുടിച്ചാലും ഒക്കെ ഉമ്മാരെ നോക്കിയ കുട്ടികളാണ് ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ആളുകൾ എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയെ നോക്കിയത്, ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയെ നോക്കിയത്, ബഹുമാനപ്പെട്ട ഇമാം അൽ ഹറമൈനി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മയെ നോക്കിയത്, അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. നോക്കിയെന്ന് മാത്രല്ല, ഒരുമാതിരി നോക്കലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ കണ്ണ് കണ്ടിരുന്നില്ല ബുഖാരി ഇമാമിന്. കണ്ണ് കാണാത്ത ആള്. ഉമ്മ ദോരന്ന് കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ട് 40,000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമ് നേടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഞമ്മക്ക് എത്ര ഉസ്താദന്മാരുണ്ട്? 4 ആള് തേച്ചുണ്ടാവില്ല, 3 ഉണ്ടാവുള്ളൂ. കാരണം എന്താ? 4ാം ക്ലാസ്സിൽ ജയിച്ചേക്കിന് പോകുന്നേ 3.5 ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റാ ഉള്ളത്. അതുകൊണ്ട് 3.5 ഉസ്താദേ ഉണ്ടാവുള്ളൂ. 40,000 ഉസ്താദുമാരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്. ജന്മന കണ്ണ് കാണാത്ത മനുഷ്യനായിരുന്നു. ഉമ്മ തോർന്നിട്ട് കണ്ണിന് കാഴ്ച കിട്ടിയതാ. മക്കൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ദുആ ചെയ്യാറ് പോലും ഇല്ല എന്നതാണ് ശരി. ദോർക്കാൻ വയലുക്ക് 10 ഉറുപ്പിക കൊടുക്കും,
10 ഇപ്പൊ സുലഭമായി കിട്ടുന്നതുകൊണ്ട് കൊടുക്കാലോ, ധൈര്യസമേതം കൊടുക്കാം, മജ്‌ലിസ് നൂർക്കൊക്കെ കൊടുക്കാം, 10 റുപ്യ, ഒരു പ്രശ്നമില്ല. ഒന്ന് ഒഴിഞ്ഞിരുന്ന് സുബഹിക്കാരം കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് കുട്ടികൾക്ക് വേണ്ടി ദോരക്കാന്, ഓൽക്ക് പരീക്ഷ ഉള്ള അന്നെങ്കിലും ഒന്ന് ദോരന്ന് കൊടുക്കാന് നമുക്ക് പറ്റില്ല. അതൊക്കെ വലിയ കാര്യമാണ്, നമ്മളാരും ചെയ്യലില്ല, നമുക്ക് അതിനൊന്നും നേരമില്ല. എന്നിട്ടോ കുട്ടികൾ സ്വാലിഹാവും വേണം, രണ്ടുകൂടി നടക്കൂല. എങ്കിൽ നമ്മള് നേരങ്ങത്തിലാക്കണം, എന്നാ ഒരു നേരാവും. അല്ലെങ്കിൽ പിന്നെ പോണ മാതിരി പൊയ്ക്കോട്ടെ എന്ന് നോക്കണം. നന്നാവണമെങ്കിൽ നമ്മൾ നന്നാക്കിയാൽ തന്നെ നന്നാവുള്ളൂ, വാപ്പിയമ്മയെ നന്നാക്കിയാൽ തന്നെ നന്നാവുള്ളൂ. മക്കൾ എന്ന് പറഞ്ഞത് നാളെ സ്വർഗത്തിലേക്കുള്ളതാണെന്നും നരകത്തിൽ ചാടാതിരിക്കാൻ ശഫാഅത്ത് ചെയ്യാനുള്ളതാണെന്നും ഉള്ള ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ വിജയിക്കാൻ പറ്റും. ഇബ്രാഹിം നബി തോരുന്നൊരു ദുആ ഉണ്ട്, റബ്ബി ലാ തുഖ്സിനി ഹീന യുബ്അസുൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ ബീസത്തിന്റെ നാളിൽ അല്ലാഹുവേ എന്റെ മക്കളെ കാരണത്താൽ നീ എന്നെ ടെൻഷനാക്കരുത് റബ്ബേ. മക്കളെ കാര്യത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കാരണം മഹാനവറുകൾക്ക് ആദ്യം കുട്ടികളുണ്ടായിരുന്നില്ല, പിന്നെ ഒരു കുട്ടി ഉണ്ടായി, ഇസ്മായിൽ അലൈഹിസ്സലാം. അത് മക്കത്ത് കൊണ്ടാക്കാൻ പറഞ്ഞു, അറുക്കാൻ പറഞ്ഞു. സയ്യിദുന ഇസ്മായിൽ അലൈഹിസ്സലാം കടങ്ങാറായി. പക്ഷെ ആ വേവലാതി മഹാനവറുകൾ പറയുന്നില്ല. മഹാനവറുകൾ പറഞ്ഞത് എന്താ? പടച്ചോനെ ഇവിടെ എങ്ങനെ ആയാലും വേണ്ടില്ല, റബ്ബി ലാ തുഖ്സിനി ഹീന യുബ്അസു യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ നാളെ മഹ്ശറയിൽ ചെല്ലുന്ന സമയത്ത് മക്കളെ കാരണത്താൽ നീ എന്നെ ടെൻഷനാക്കരുത് റബ്ബേ എന്ന് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ടെൻഷനാവാൻ പാടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കൾ രക്ഷപ്പെടാൻ പറഞ്ഞാൽ ദുനിയാവിൽ രക്ഷപ്പെടൽ മാത്രമല്ല, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണം. ഇബ്രാഹിം നബിന്റെ തന്നെ വേറൊരു ദുആ ഉണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഹബിലന ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുർരിയാതിന സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയുനിൻ കണ്ണിന് നനവ് നൽകണമേ, വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണേ. ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താണെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭാര്യ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, മക്കൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരലാകുന്നു. മോനെ ഉംറക്ക് പോകാണ് കണ്ട് ഇറങ്ങുമ്പോ അനക്കൊരു കരച്ചിലുണ്ട് വരില്ലേ, അതാണ് മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്ന് റഈസുൽ മുഫസ്സിരീൻ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വൈകുന്നേരം അങ്ങാടി പോയിട്ട് തിരിച്ചു വരുമ്പോ എന്റെ കുട്ടി ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട് മുസാഫിൽ നോക്കിയിട്ട്, അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അതിങ്ങനെ കേട്ടപ്പോ കണ്ണിൽ ചെറിയൊരു നനവ് ഇങ്ങനെ പൊടിഞ്ഞു. അതിനാണ് ഖുർറത്ത് അയുൻ എന്ന് പറഞ്ഞത്. അത് റബ്ബേ എനിക്ക് തരണേന്നാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. വലിയൊരു കാര്യമാണ് ഇത്, വലിയൊരു കാര്യമാണ്. മക്കൾ ദീനിയാവുക എന്നതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, കലക്ടർ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ദീനിയാവണം. ദീനിയാകുന്നതോടുകൂടെ വേറെ എന്തായാലും നേട്ടം തന്നെയാണ്. ദീനിയാകാതെ വേറെ എന്തായിട്ടൊരു കാര്യമില്ല, വേറെ എന്തായിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ദീനിയായ ബോധം മക്കൾ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ 5 കാര്യങ്ങളാണ്. കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. 5 കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴേ കുട്ടികളെ വളർത്തലാവുള്ളൂ. ഒന്നാമത്തെ കാര്യം റിഫ്ഖ് എന്ന് പറയുന്നതാണ്.
തർബിയത്തുൽ ഔലാദ്, പാരന്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് 5 എണ്ണം. ഒന്ന് റിഫ്ഖ് എന്ന് പറഞ്ഞാൽ മാർദ്ദവമുള്ള പെരുമാറ്റം. നല്ല മാർദ്ദവമുള്ള നല്ല നിലക്കുള്ള പെരുമാറ്റം വാപ്പാനെയും ഉമ്മാനെയും അടുത്തുനിന്ന് കുട്ടികൾക്ക് ഉണ്ടാവണം. ആയിഷ ബിയോട് നബി തങ്ങൾ പറഞ്ഞതാണ്, യാ ആയിഷ ഇർഫഖി, ആയിഷ നീ വളരെ നല്ല നിലക്ക് വളരെ സൗമ്യമായ നിലക്ക് പെരുമാറണട്ടോ. فإن الله تعالى إذا أراد بأهل بيت خيرا دلهم على الرفق حبيبنا رسول الله. ആയിഷ നീ നല്ല നിലയിൽ പെരുമാറിക്കോ, തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇദാ അറാദ ബി അഹ്ലി ബൈത്തിൻ ഖൈറാ, ഒരു വീട്ടുകാരെ കൊണ്ട് ഖൈറിനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദല്ലഹും അലർ റിഫ്ഖി, മയമായ പെരുമാറ്റം എന്താണെന്ന് അവർക്ക് അല്ലാഹു പഠിപ്പിക്കുമെന്ന് പുണ്യനബി. ഒരു വീട്ടുകാരെ കൊണ്ട് അല്ലാഹു ഖൈറിന് ഉദ്ദേശിച്ചാൽ എങ്ങനെ നേരങ്ങത്തിൽ പെരുമാറാന്നുള്ളത് പോലെ ആദ്യം പഠിപ്പിക്കും. ആ ഹദീസ് നേരങ്ങത്തിൽ പെരുമാറുക എങ്ങനെയെന്ന് പഠിപ്പിക്കും. പലപ്പോഴും പെരുമാറ്റാണ് വലിയൊരു പ്രശ്നം. ഒരിക്കൽ നബി തങ്ങളുടെ ഹദ്റത്തിൽ വിദൂരമായ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നു. നമ്മളെ ഭാഷയെ പറഞ്ഞ ഒരു കാട്ടറബി എന്നൊക്കെ പറയാം. ഒരു കാട്ടറബി വന്നു, സ്വഹാബിയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ കുറെ സമയം ഇരുന്നു. നബി തങ്ങൾ സ്വഹാബാക്കൾ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു പോകാൻ നേരത്തെ അയാൾക്ക് എപ്പോഴും വരാൻ കഴിയൂലല്ലോ. അപ്പൊ മൂപ്പരിങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ദീന് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. മൂപ്പർക്ക് അവിടെ പോയി പറഞ്ഞു കൊടുക്കാനാണ്. അപ്പൊ അതിങ്ങനെ ഒന്ന് ചുരുക്കി കിട്ടാൻ വേണ്ടി നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. മൂപ്പര് പ്രതീക്ഷ പോലുള്ളൊരു മറുപടി ഉണ്ടായില്ല. കുറച്ചും കൂടിയൊക്കെ ഒരു വിശാലായ ഒരു പേജിലുള്ള ഒരു മറുപടി ഒക്കെയാണ് മൂപ്പര് നല്ല ചെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഇരട്ടുള്ളൂ. അങ്ങനെ ആയില്ല. അപ്പൊ കുറെ സമയം അവിടെ തന്നെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒന്നും കൂടി ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ ദീൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു. വേറൊരു മറുപടി കിട്ടുന്ന കരുതിയത്. പഴയ മറുപടി തന്നെ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി. മൂന്നാം പ്രാവശ്യം വന്ന് ചോദിച്ചു, അപ്പോഴും പറഞ്ഞു അദ്ദീനു ഹുസ്നുൽ ഖുലുഖി. ഇനി വേറൊരു മറുപടി കിട്ടൂലെന്ന് ഉറപ്പായപ്പോ മൂപ്പര് പോകാൻ വേണ്ടി ഒരുങ്ങ. അപ്പൊ ഞാൻ കൈമ പിടിച്ചിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായോ? ഇജ്ജ് പോകാൻ നോക്കുന്നുണ്ടല്ലോ. അതില് പറഞ്ഞു, അല്ലാഹു റസൂലു അഅലം. മനസ്സിലായിട്ടില്ല നബിയെ, അള്ളാഹ്ക്കും അവന്റെ റസൂലിനും അറിയാം, എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞു കൊടുത്തു, എന്ത്? ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാണ് സൽസ്വഭാവം. സൽസ്വഭാവം എന്താന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാല് ലാ തഗ്ളബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ. അതിങ്ങോട്ട് കുടുംബത്തേക്ക് വന്നാല് ഭർത്താവിനോട് ഭാര്യയും ഭാര്യയോട് ഭർത്താവും ദേഷ്യപ്പെടരുത്. ചിലർക്കൊരു വിചാരമുണ്ട്, കുറച്ചൊക്കെ ദേഷ്യം ഇല്ലെങ്കിൽ ആണാവൂല. ദേഷ്യം വരലൊന്നുമല്ല ആണാവാനുള്ള അടയാളം. അതിന് വേറെ ചില അടയാളങ്ങളുണ്ട്. ദേഷ്യം വരലല്ല. അതുകൊണ്ട് ലാ തഗ്ളബ് അഹദ, ഇത് പ്രത്യേകിച്ചും വീട്ടിലാണ് പാലിക്കേണ്ടത്. ദേഷ്യം വരാതിരിക്കുക. നമ്മളെപ്പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈകുന്നേരം അങ്ങാടി പോവാറുണ്ടായിരുന്നു. അങ്ങാടിയിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട്, ആയിഷ ഇവിടെ വല്ലതുമുണ്ടോ ആയിഷ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഖദീജ ഇവിടെ വല്ലതും, അല്ലെങ്കിൽ മൈമൂന ഇവിടെ വല്ലതുണ്ടോ, അല്ലെങ്കിൽ റംല ഇവിടെ വല്ലതുണ്ടോ. ഒരു ദിവസം ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ ഇവിടെ ഉണങ്ങിയ റൊട്ടിയല്ലാതെ വേറൊന്നുമില്ല. ഉണങ്ങിയ റൊട്ടിയല്ലാതെ വേറൊന്നുമില്ല. അത് നല്ല ഭക്ഷണമുള്ള കൊണ്ടുവരണം. അതിക്ക് വല്ല കൂട്ടാനും ഉണ്ടോ ചോദിച്ചു. അതിൽ പറഞ്ഞു, നബിയെ കൂട്ടാൻ സുർക്കയല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിൽ പറഞ്ഞു, നിഅമൽ ഉദ്മു അൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ.
എന്ന് കരുതിയിട്ട് സുർക്കഷ്ടം പോലെ കുടിച്ചോളിന്നൊന്നും ആ പറഞ്ഞതിന് അർത്ഥമില്ല. അസ്ഥിരുക്കം എന്ന് പറഞ്ഞ ദണ്ണ ഉണ്ടാവും സുർക്ക കൂട്ടിയാൽ. പെണ്ണേക്ക് ആണേക്ക് മൂത്രക്കടച്ചിലും ഉണ്ടാവും സുർക്ക കൂട്ടിയാൽ. പിന്നെന്തേ സാധാരണ പറയണ്ടേ സുർക്ക ഹദീസിൽ പറഞ്ഞതാണ് നല്ല ഔഷധമാണ് എന്നൊക്കെ പറയും. സംഗതിയൊക്കെ ശരിയാണ്, വേറൊന്നും ഇല്ലെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. കാരണം വേറൊന്നും ഇല്ലാത്തവ പറഞ്ഞാണ്. ഏതും സുർക്ക പെരയില് വേണം, അത് സ്റ്റോക്ക് ചെയ്യണം, അത് ആവശ്യം. വേറെ ഒന്നും ഇല്ലെങ്കിൽ കൂട്ടാനാണ്, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴല്ല. ഇവിടെ സുർക്കയില്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് പറഞ്ഞത്? നിയമൽ ഉദുമൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാണല്ലോ കൊണ്ടേ രേഷം. അത് ഉണങ്ങിയ റൊട്ടിക്കുവാണ്, അതും കൂടി മനസ്സിലാക്കണം. ഉണങ്ങിയ റൊട്ടിയാണ് ഉണ്ടായിരുന്നത്, അയിക്ക് സുർക്ക നല്ല കൂട്ടാനാണ് എന്നേ വരുന്നുള്ളൂ, അല്ലാതെ ബിരിയാണിക്കാണ് എന്നൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഓരോ ഹദീസുകളുടെയും ശരിയായ അർത്ഥവും അതിന്റെ സാഹചര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഒരു തലങ്ങൾ എടുത്തുകൊണ്ട് നിയമൽ ഉദുമൽ ഖല്ലു, സുർക്ക നല്ല കൂട്ടാനാകുന്നു പറഞ്ഞാണ്ട് എല്ലാ ഇറച്ചിക്കും മീനുക്കൊക്കെ സുർക്ക കൂട്ടലല്ല. അല്പൊക്കെ കൂട്ടാം. സുർക്ക ധാരാളമായി കഴിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അത് തിബുൻ നബിക്ക് എതിരാവൂലെന്ന് ചോദിച്ചാൽ തിബുൻ നബി അങ്ങനെ സുർക്ക കുടിച്ചാൻ പറഞ്ഞിട്ടില്ല. സുർക്ക പെരയിൽ വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ഇല്ലാതെ വരുമ്പോ കുറച്ചെടുത്ത് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ നിയമൽ ഉദുമൽ ഖല്ലു എന്ന് പറഞ്ഞ നബി തങ്ങൾ അത് കുടിച്ചു. സുർക്ക കൂട്ടി റൊട്ടി തിന്നു വെള്ളം കുടിച്ച് സുഖമായിട്ട് കഴിഞ്ഞൂടി. ഇതേമാതിരി നമ്മളങ്ങാടി പോയാലുണ്ടൊരു വരവ് വൈകുന്നേരത്ത് വന്നുങ്ങാണ്ട് ആ സിറ്റ് ഔട്ടിലെ VIP ചെയറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഓർഡറാണ്. റെഡി കട്ടൻ ചായ കൊണ്ട് റെഡി എന്ന ഓർഡർ കേട്ട പാടെ നമ്മളെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായയുമായി വരണമെന്നാണ് അവിടുത്തെ അലിഖിത നിയമം. വേഗം വന്നിരിക്കണം, നേരം വൈകിയ ചൂടാവും. അതിലിപ്പൻ്റെ മനസ്സിലുള്ള അത്ര ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ, ഓൻ്റെ മനസ്സിലുള്ള അത്ര പൊടിയൊട്ടുണ്ടാകാൻ പാടുള്ളൂ, ഓൻ്റെ മനസ്സിലുള്ള അത്ര മധുരയായിട്ടുണ്ടാകാൻ പാടുള്ളൂ. ഏതെങ്കിലും ഒരു ഷർത്ത് വ്യത്യാസപ്പെട്ടാൽ അന്ന് ആ പെരയിൽ ബദർ യുദ്ധം തുടങ്ങും. അവസാനിക്കൽ ചോറ് വയ്ക്കുമ്പോഴാണ് ബദർ യുദ്ധം തുടങ്ങൽ ഈ കട്ടൻ ചായന്റെ നേരത്താണ്. ഇതാണ് നമ്മളെ വരയത്തെ അവസ്ഥ. അപ്പൊ നബി തങ്ങളുടെ വീടും നമ്മളെ വീടും തമ്മിലുള്ള വ്യത്യാസം എത്രേ? ആയിഷ ഇവിടെ വല്ലതുമുണ്ടോ എന്ന ചോദ്യവും എടി ഇങ്ങോട്ട് കൊണ്ടടി എന്നുള്ള വർത്താനവും തമ്മിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന്, രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ അപ്പുറത്തൊരു വാക്ക് പറയാനില്ലാത്തതുകൊണ്ട് പറയാം. അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തൊരു വാക്ക് ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടിയിരുന്നത്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ സമീപനങ്ങളും അങ്ങനെയാണ്. ഓരോ സമീപനവും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ കറക്കും, അല്ലെങ്കിൽ ഒട്ടകത്തെ കറക്കും. നബി തങ്ങൾ രാവിലെ നീച്ചാൽ നബി തങ്ങൾ പള്ളിക്ക് പോകും, പള്ളിയിൽ പോയി എന്നാൽ ആടിനെ കറക്കും. അപ്പൊ നമ്മക്ക് തോന്നും നബി തങ്ങൾ ഇങ്ങനെ ആടിനെ കറക്കുമ്പോ ആയിഷ ബീവി ഇങ്ങനെ ചായ ചെയ്യിക്കാരെന്ന്. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് കുടിച്ചാന് അല്ല, അവിടെ ചായ അച്ഛന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആയിഷ ബീവി ഇങ്ങനെ ഇരിക്കും, വെറുതെ നബി തങ്ങൾ ഇങ്ങനെ കറക്കും. കറന്ന് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും, ആയിഷക്ക് ഇങ്ങനെ കൊടുക്കും. ഇശ്റബി യാ ആയിഷു, ആയിഷ കുടിക്കേറി. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാലിങ്ങനെ കുടിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കൗതുകത്തോടുകൂടെ നോക്കി നിൽക്കും. ആയിഷ ബീവി കുടിക്കുന്നത്. കുടി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കൊടുക്കുമ്പോ, പാത്രം ഇങ്ങനെ കൊടുക്കുമ്പോ വീണ്ടും പറയും യാ ആയിഷ ഇശ്റബി, ആയിഷ കുടിക്കേറി. രണ്ടാമതും മൂന്നാമതും നൽകും. എന്നിട്ട് പറയും യാ ആയിഷ ഇശ്റബി, കുടിക്കെന്ന് പറയും. മൂന്ന് പ്രാവശ്യം റെഡി. 3 പ്രാവശ്യം കുടിച്ചതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് കൊടുത്താല് ആ ഗ്ലാസ് ഇങ്ങനെ നബി തങ്ങൾ ഒന്നിങ്ങോട്ട് ചുറ്റിയെന്ന് പറഞ്ഞാൽ എന്തിനാ? ആയിഷ ബീവിന്റെ ചുണ്ട് വെച്ച സ്ഥലം എവിടെയെന്ന് ആദ്യം നോക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതൊന്നിങ്ങനെ തിരിച്ചിട്ട് ആയിഷ ബീവിന്റെ ചുണ്ട് എവിടെ തട്ടിയതിച്ചാല് അവിടെ തന്നെ ചുണ്ട് വെച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിക്കാറുണ്ടായിരുന്നു.
നമ്മളോ നോക്കിയൊക്കെ ചെയ്യും. എന്തിനാണ്? അവിടെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റേ ഭാഗത്തുനിന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. അഥവാ നോക്കി വെച്ചാൽ തന്നെ സഹോദരങ്ങളെ, ഒരു 50 വയസ്സായ ഒരു ഭാര്യയും ഭർത്താവും സിറ്റ് ഔട്ടിലിരുന്ന് ഒരുമിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ബെഡ്റൂമിലിരുന്ന്, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരുന്ന്, അല്ലെങ്കിൽ കിച്ചണിലിരുന്ന് ഒരുമിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തു വെക്കണം. അതൊരു അത്ഭുതകരമായ കാഴ്ചയാണ് ഇന്നത്തെ കാലത്ത്. വലിയ അത്ഭുതമാണ്. കാരണം എന്താ? മക്കളെങ്ങനെയാണ്ട് അത്യാവശ്യം ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ ആയി ഒരു പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ വാപ്പയും ഉമ്മയും കൂടി ഒന്നായി, മക്കളും ഉമ്മയും കൂടി ഒന്നായി. പിന്നെ വാപ്പാനെ കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ടാണ്. മൂപ്പൻ ആ പെരയിൽ ഒന്നിനും പറ്റൂല. വെറുതെ ഒരു വാപ്പ, ഒന്നിനും പറ്റൂല. മൂപ്പരോട് ചോദിച്ചിട്ടല്ല കല്യാണം തീരുമാനിക്കണത്, മൂപ്പരോട് ചോദിച്ചിട്ടല്ല സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യണത്, ഒന്നും മൂപ്പരോട് ചോദിച്ചിട്ടല്ല. പിന്നെ പേടിയാകണതിന് മാത്രം ഒരാൾ പെരയിൽ കടന്നുറങ്ങാൻ പേടിയാണ്. കുരക്കുമല്ലോ മൂപ്പരിങ്ങനെ കുരക്കുമല്ലോ. അപ്പോൾ കുരക്കുമ്പോൾ പേടിയാകാതിരിക്കാൻ വേണ്ടി 2 പണി ആകെ ഉള്ളൂ. ഒന്ന്, രാവിലെ ചന്തയിൽ പോയിട്ട് മീൻ കൊടുന്നു കൊടുക്കുക. രണ്ടാമത്തേത് ടോർച്ച് എടുത്തിട്ട് വൈകുന്നേരം പള്ളിക്കൊക്കെ പോവുക. വേറെ പണിയൊന്നുമില്ല. അങ്ങനെ 63-ാമത്തെ വയസ്സിലും ആയിഷ ബീവി നബിതങ്ങളും റംല ബീവി നബിതങ്ങളും സഫിയ ബീവി നബിതങ്ങളും തമ്മിലുള്ള ജീവിതം ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. ഒരു കോയിൻ്റെ കാലെടുത്തിട്ട് നബിതങ്ങൾ ഇങ്ങനെ കടിച്ചുങ്ങാണ്ട് താഴെ വെച്ചാൽ സഫിയ ബീവി അതേ കാലെടുത്തിട്ട് നബിതങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു എന്നതാണ്. എന്തുകൊണ്ടത് സംഭവിച്ചത്? നിങ്ങൾ ഇതിങ്ങനാണ്ട് ഒരു 8, 10, 20 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേന് ഇതാണ് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചത്. അല്ലേ, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞത് മരിക്കുന്നത് വരെയും മരണത്തിന് ശേഷം ഭാര്യയും ഭർത്താവുമാണ്. ഇവിടുത്തെ അതേ ഭാര്യയെ സ്വർഗത്തിൽ ലഭിക്കുമെന്നാണ് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുള്ളത്. ഹും വ അസ്വാജുഹും ഫീ ദിലാലിൻ അൽ അറൈകി മുത്തഖിഊൻ. ഇവിടുത്തെ അതേ ഭാര്യനെയാണ് സ്വർഗത്തിൽ കിട്ടുന്നത്. അവൻ മരിക്കോളും അല്ല, മരിച്ചതിന് ശേഷവും തുടരേണ്ട ബന്ധത്തിനാണ് ഭാര്യ ഭർത്തൃബന്ധം എന്ന് പറയുന്നത്. ആയിഷാ ബീവിന്റെ മടിയിൽ തല വെച്ചിട്ട് നബിതങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അറിയാതെ ഉറങ്ങി. അതിൽ ആയിഷാ ബീവി ഒളിച്ചു. കണ്ണിന്ന് കണ്ണുനീര് വന്ന് നബിതങ്ങളുടെ മുഖത്തേക്ക് എത്തിയപ്പോൾ കണ്ണു തുറന്നു. മാലക്കി ആ ആയിഷു, ആയിഷ എനക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ ഉറങ്ങിപ്പോയത് എനിക്ക് വിഷമായോ? ഈ കുറെ സംസാരിക്കണം എന്ന് കരുതിയെന്നോ? എന്താ എനിക്ക് പറ്റിയത് എന്ന് ചോദിച്ചു. അപ്പൊ ആയിഷാ ബീവി പറഞ്ഞു, നബി അതൊന്നുമല്ല നബിയേ. നാളെ മഹ്ശറയിൽ കോടാനക്കോടി മനുഷ്യരുണ്ടാകും. നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തിയാൽ തന്നെ എനിക്കിങ്ങനെ മടിയിൽ തലവെച്ച് കിടത്താൻ നിങ്ങളെ കിട്ടുമോ എന്നാലോചിച്ചപ്പോ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല നബിയേ എന്ന് സയ്യിദത്തുന ആയിഷ. ഇതിങ്ങനെ സ്വർഗത്തിൽ മടി തലവെച്ച് കിടക്കാനുള്ളതാണ് നമ്മൾ എത്ര ആൾക്കാർ ആലോചിക്കലുണ്ട്. ഇതിപ്പോ ഇങ്ങനെ കഴിഞ്ഞു പോട്ടെ എന്ന് മാത്രമേ വിചാരിക്കലുള്ളൂ. അല്ല, ഇത് സ്വർഗത്തേക്കുള്ളതാണ് ഈ അമല്. ആദ്യത്തെ നിക്കാഹ് സ്വർഗത്തിലാണ് നടന്നിട്ടുള്ളത്. ആദം നബിയും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നടന്നൊരു പരിപാടിയാണ്. ഇത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള അമലാണ് എന്ന നിലക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തെ ആരും കാണില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ആ നിലക്ക് കാണാൻ കഴിഞ്ഞാലോ ചെറിയ പ്രയാസങ്ങളൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ഓരോ കാര്യങ്ങളും അല്ലാഹു തആല സ്വർഗത്തിനേക്ക് വേണ്ടിയിട്ടാണ് സംവിധാനിക്കുന്നത്. എല്ലാ കാര്യങ്ങളും. ബഹുമാനപ്പെട്ട ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും സന്തോഷം പറഞ്ഞൊരു സംഭവമുണ്ട്. ഏറ്റവും സന്തോഷം പറഞ്ഞത് നബിതങ്ങൾ ആയിഷാ ബീവിന്റെ മടി കടന്നിട്ടാണ് മരിക്കുന്നത്, വഫാത്താകുന്നത്. നബിതങ്ങൾക്ക് വഫാത്തിന്റെ അസുഖം തുടങ്ങിയ സമയത്ത് ഭയങ്കര വേദന അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ആയിഷാ ബീവി ഒരു ബ്രഷ്, ഒരു അറാക്ക് എടുത്തിട്ട് തൻ്റെ വായിൽ നിന്നിങ്ങനെ അതിൽ നിന്ന് ഉമിനീര് നനച്ചിട്ട് നബിതങ്ങൾക്ക് ഇങ്ങനെ പല്ല് തേച്ചു കൊടുത്തു. അള്ളാന്റെ റസൂല് വഫാത്താകുന്നത് എൻ്റെ ഉമിനീര് വായയിൽ വെച്ചുകൊണ്ടായിരുന്നു എന്നത് ആയിഷാ ബീവി ഏറ്റവും സന്തോഷത്തോടുകൂടെ പിൽക്കാലത്ത് ധാരാളം പ്രാവശ്യം പറഞ്ഞ ഒരു സംഭവമാണ്. ധാരാളം പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ബന്ധങ്ങളെക്കുറിച്ച് നല്ലോണം മനസ്സിലാക്കണം. 9500 മീറ്റർ ദൂരമുണ്ട് ഖദീജാബിയുടെ വീട്ടിൽ നിന്ന് ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിലേക്ക്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ധ്യാനിക്കണമെന്നൊരിക്കൽ തോന്നി. ഭാര്യയായ ഖദീജ ബീവിയോട് പറഞ്ഞു, ഖദീജ, എനിക്കൊന്ന് ഒഴിഞ്ഞിരുന്ന് ഇബാദത്ത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. ഖദീജ ബീവി പറഞ്ഞു, നബിയെ, എന്നാ നിങ്ങൾ, അന്ന് നബി ആയിട്ടില്ല, ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളതിന് പറ്റിയ സ്ഥലം ഏതാണെന്ന് അന്വേഷിച്ച് നോക്കിയാണ്. അങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ മക്കത്ത് കൂടെയൊക്കെ നടന്ന് ജബലുന്നൂർ പർവ്വതത്തിൽ കയറി ഹിറാ ഗുഹയിൽ നോക്കി എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കഅബ ഇങ്ങനെ ശരിക്ക് കാണാണ്ട്, എന്നാൽ അവിടെ തന്നെ ആയിക്കോട്ടെ തീരുമാനിച്ചു. അങ്ങനെ ഖദീജ ബീവിയോട് ചെന്ന് വിവരം പറഞ്ഞു. ഖദീജ ബീവി പോയി നോക്കിയിട്ട് സ്ഥലം ഉറപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ അങ്ങോട്ട് ഇബാദത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കൊണ്ടുപോവാനുള്ള സാധനങ്ങൾ ഗോതമ്പ് മാവ്, ഈത്തപ്പഴം, ഉപ്പ്, പച്ചവെള്ളം, 4 സാധനങ്ങൾ തയ്യാറാക്കി കൊടുത്തു. അതുകൊണ്ട് നബി തങ്ങൾ പോയിട്ട് അവിടെ ഇങ്ങനെ ഇബാദത്തെടുത്ത് കൂടി. 2 വർഷമാണ്, 2 കൊല്ലം, 2 വർഷത്തിലെ 2 റമദാൻ മാസത്തിലാണ് ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ നബി തങ്ങൾ ഇരുന്നിട്ടുള്ളത്. 2 വർഷങ്ങളിലായി ഓരോ മാസം വീതം, അങ്ങനെ 2 മാസം. ആദ്യത്തെ വർഷം കഴിഞ്ഞു, 2ാമത്തെ വർഷത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും നുബുവത്ത് കിട്ടുന്നതും. അപ്പോൾ 39ാമത്തെ വയസ്സിലും 40ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ പർവ്വതത്തിൽ, ജബലുന്നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ ഇരിക്കുന്നത്. അങ്ങനെ ഇടക്കൊക്കെ നബി തങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരും, ഭക്ഷണേറ്റ് പോകും. വരാത്ത സമയത്ത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. വരാത്ത ദിവസങ്ങളിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. ഒരു ദിവസം ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വല്ലിമ്മ, ഞാൻ കൊണ്ടേ കൊടുത്താലോ എന്ന് ചോദിച്ചു. ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് ഉസാമത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും നല്ല കഥയാണ്. നബി തങ്ങളുടെ വളർത്തുപുത്രനാണ് സെയ്ദ് ബിൻ ഹാരിസ. ഒരു മനുഷ്യൻ നല്ല നിലക്ക് പെരുമാറിയാൽ ആളുകൾ അവനോട് എങ്ങനെ ആകർഷിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സെയ്ദ് റളിയല്ലാഹുവിൻ്റെ കഥ. ഹാരിസ എന്ന് പറഞ്ഞ വാപ്പാൻ്റെ മകനാണ് സെയ്ദ്. ഈ ഹാരിസ എന്ന് പറഞ്ഞ ആള് മക്കളോട് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു, ഭയങ്കര താല്പര്യമാണ്. ജോലിക്ക് പോകുമ്പോൾ മക്കളെയും കുട്ടിനെയും കൂടെ കൊണ്ടുപോകും. ഒരു മോൻ തന്നെ ഉള്ളൂ അന്നുള്ളത്, സെയ്ദിനെ കൂടെ കൊണ്ടുപോകും. ജോലി കഴിഞ്ഞ് വരുമ്പോൾ അങ്ങോട്ട് തന്നെ കൊണ്ടുവരും. പിറ്റേ ദിവസം പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട് കൊണ്ടുവരും, അങ്ങോട്ട് കൊണ്ടുപോകും, ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയാണ്. കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൊണ്ടുപോകുന്നവർക്ക് ശ്രദ്ധിക്കാനും കൂടിയും പറ്റണം. അല്ലാതെ കൂട്ടത്തിൽ പറഞ്ഞു അത്ര. നമുക്ക് വെള്ളിയാഴ്ചയും അതേമാതിരി പെരുന്നാൾക്കൊക്കെ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോകും. നമ്മളെ കുട്ടികൾ നേരെ ആയിക്കോട്ടെ എന്ന് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ അതപകേട് കാണിച്ചാലേ കേടുവരിക. അതുകൊണ്ട് കൊണ്ടുപോകുന്നവർക്ക് നോക്കാനും കൂടിയും പറ്റണം. വെള്ളിയാഴ്ചയൊക്കെ പള്ളിയൊക്കെ വന്നിട്ട് അവര് സഫ് കൂടി അങ്ങനെ അങ്ങോട്ട് നടന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഞമ്മക്ക് നമ്മളെ കുട്ടി ഏറ്റവും വലുതേക്കാരം. ഈ ഗൾഫ് ഫാമിലി വന്നതിന് ശേഷം കുട്ടികളെ അതവ് പഠിപ്പിക്കുന്നതിൽ വളരെ ബാക്കിലായിട്ടുണ്ട്. ഗൾഫേരോട് ഞാൻ എതിരൊന്നല്ല കേട്ടോ, പെരപ്പണി തീർന്നത് പോലെ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ ഉള്ള കാര്യം പറയാന്നുള്ളത് എന്ത്, ഗൾഫ് ഫാമിലി വന്നതിന് ശേഷം അവിടെ എങ്ങനെ വെച്ചാൽ ഒരു 20-20 റൂമാണ് ആകെ ഉണ്ടാകുക. അത് പാർട്ടീഷൻ ചെയ്തിട്ട് കുറഞ്ഞ ഭാഗം കിച്ചണ്, അപ്പുറത്ത് ബാത്റൂം, ഇപ്പുറത്ത് ഡൈനിങ് ഹാള്, അപ്പുറത്തെ ബെഡ്റൂം, ഇതൊക്കെ കൂടി 20-20 റൂമിലുണ്ട് ഒപ്പിക്കലാണ് പതിവ്. അപ്പോൾ അതിൽ വാപ്പിയും അമ്മയും കുട്ടിയൊക്കെ ഒരേ മാതിരി തന്നെ കാരണം വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കടന്നൊക്കെ ശീലമായി. അത് നമ്മളെ നാട്ടിൽ വന്നാലും ഉള്ള മൗലിദിൻ്റെ സദസ്സിലും ദ്വാൻ്റെ സദസ്സിലേക്കൊക്കെ വന്നിട്ട് അത് വീട് കേട്ടോ. കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല, കൊണ്ടുവരണം. പക്ഷെ അദബ് എന്താണെന്ന് ശരിക്കും പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട്, അദബിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഒരു ദിവസം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നപ്പോൾ മോനെ കൊടുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നു. അങ്ങനെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബത്തെ, ഞാൻ നിങ്ങളോടൊരു കടങ്കഥ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അതേ നബിയെ ചോദിച്ചോളി പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിട്ട് അങ്ങനെ ശ്രദ്ധിക്കിട്ട് അതോടെ പൊട്ടിക്കോട്ടെ എന്നിട്ട് നോക്കിയാൽ മതി, ഒന്നും സംഭവിക്കൂല, ചെറിയൊരു ഒച്ച ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ പിന്നെ പ്രശ്നമാവും. നിങ്ങൾ ഇങ്ങോട്ട് തന്നെ അല്ലേ ശ്രദ്ധിക്കണേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് എന്ന വാപ്പാൻ്റെ ഒപ്പം പള്ളിയിലേക്ക് പോയി ഒരു ദിവസം. അങ്ങനെ സദസ്സിലിങ്ങനെ ഇരുന്നപ്പോൾ നബി തങ്ങൾ, ഞാനൊരു കടങ്കഥ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു.
അപ്പൊ സഹാബത്ത് പറഞ്ഞു ബലാ യാ റസൂലല്ലാഹ്, നബിയെ ചോദിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഒരു കൊമ്പും ചുള്ളിയില്ലാത്ത മരത്തിന്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു. സഹാബത്ത് ഇങ്ങനെ കുറേ സമയം ആലോചിച്ചു. ഇങ്ങനെ കാട്ടിലുള്ള മരങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അല്ലാഹു റസൂലു ആലം എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു. തെങ്ങും അങ്ങനെ തന്നെയാണ്, കവുങ്ങും അങ്ങനെ തന്നെയാണ്, മരങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഓൽക്ക് ഓർമ്മ ഉണ്ടായില്ലാന്നേ ഉള്ളൂ. അല്ലാഹു റസൂലു ആലം എന്ന് പറഞ്ഞു. അപ്പോൾ ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു. സദസ്സ് പിരിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബിനോട് പറഞ്ഞു, വാപ്പാ എനിക്കതിൻ്റെ ഉത്തരം അറിയായിരുന്നു. നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഉത്തരം അറിഞ്ഞിരുന്നു. ഞമ്മക്കൊക്കെ അറിഞ്ഞിരുന്ന മാതിരി തന്നെ ഞാൻ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഉത്തരം അറിയാം എന്നതുപോലെ അബ്ദുല്ലാഹിബ്നു ഉമറിനും അറിഞ്ഞിരുന്നു. നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഉത്തരം അറിഞ്ഞിരുന്നു, ഞാനത് പറയാതിരുന്നതാണ്. വാപ്പ ചോദിച്ചു, എടാ കുട്ടിയെ ഇജ് എന്തൊരു ചെറുക്കനാ, അതടാ അവിടുന്നാണ് നീച്ച് നിങ്ങാണ്ട് പറയണ്ട. എന്നാ ഈ വാപ്പ കുപ്പായൊക്കെ എന്നിട്ട് നേരാക്കിയിട്ട് അവിടെ ഇരിക്കൂലായിരുന്നില്ല. എൻ്റെ കുട്ടി ഇജ് എന്ത് പണിയായി ഈ കാട്ടിയത് എന്ന് ചോദിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻ്റെ വാപ്പ ഇങ്ങള് ഇരിക്കണ സദസ്സിൽ, അതും ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി അതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അതാണ് അദബ് പറഞ്ഞത്. ഇതാണ് അദബ് പറഞ്ഞത്. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞത് ഇസ്മായിലിയത്താണ്. എന്താ ഇസ്മായിലിയത്ത് പറഞ്ഞാൽ? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബി അറുക്കാൻ കൊണ്ടുപോയി. ആദ്യം അറുക്കാനാന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ സ്വപ്നത്തിലൂടെ അല്ലാഹുവിങ്കൽ നിന്ന് നിന്നെ അറുക്കണമെന്ന് എനിക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മകൻ പറഞ്ഞു, യാ അബതി ഫഅൽ മാ തുമർ വ ഇന്നി സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. യാ അബതി, എൻ്റെ വാപ്പ, ഇഫ്അൽ മാ തുമർ, നിങ്ങളോട് എന്താണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യണം. വ ഇന്നി സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അല്ലാഹുവാണ് സത്യം, തീർച്ചയായും ഞാൻ ക്ഷമിക്കുന്നതായി നിങ്ങൾക്ക് എന്നെ എത്തിക്കാം. നേരത്തെ പറഞ്ഞു പഠിപ്പിച്ചല്ല. ഇസ്മായിൽ നബിനോട് നേരത്തെ എന്നോട് ഞാൻ അങ്ങനെ ചോദിക്കും അപ്പൊ ഇങ്ങനെ പറഞ്ഞോളൂന്ന് സെറ്റാക്കിയതല്ല. പിന്നെന്തേ, ആവശ്യ സമയത്ത് അതു പറയാൻ മാത്രമുള്ള വിജ്ഞാനം തൻ്റെ ഉമ്മയിൽ നിന്ന് ഇസ്മായിലിൽ ലഭിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം. എന്താ ഓരോ കാര്യങ്ങളും ആവശ്യമാകുന്ന സമയത്ത് അതിനെന്താ മറുപടി കൊടുക്കേണ്ടത്, അതിൽ എന്തെല്ലാം ആദാബുകളാണ് പാലിക്കേണ്ടത് എന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് തൻ്റെ ഉമ്മയിൽ നിന്ന് നേരത്തെ അറിവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം അങ്ങനെ മറുപടി പറഞ്ഞത്. പിറ്റേന്ന് വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, പൊന്നാര നബിയെ, ഇന്നലെ ഒരു സംഭവം ഉണ്ടായി നബിയെ. ഇന്നലെ ഞാൻ വന്നപ്പോൾ എൻ്റെ ചെറുക്കനെയും കൂടെ കൊണ്ടുവന്നിരുന്നു. ഇങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലേ, കൊമ്പും ചുള്ളില്ലാത്ത മരത്തിന്റെ പേര് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. അവസാനം നിങ്ങൾ തന്നെ പറഞ്ഞു. പോയപ്പോ ഓൻ പറഞ്ഞു, നബിയെ എന്നോട് ഓൻ അതിന്റെ ഉത്തരം അറിയായിരുന്നു, ഞാൻ ഉണ്ടായതുകൊണ്ട് മുണ്ടാതിരുന്നതാത്രേന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ഒന്ന് ചിരിച്ചു. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ തന്നെയാണ് അമ്മറെ വേണ്ടത്. അതാണ് ആ ചിരിയുടെ അർത്ഥം. അങ്ങനെ തന്നെ വേണ്ടത്. അദബ് പഠിപ്പിക്കുകയാണ്. ആരെ? അബ്ദുല്ലാഹിബ്നു ഉമറിനെ അല്ല പഠിപ്പിക്കണത്. പിന്നെ ആരെ പഠിപ്പിക്കണത്? ഉമർ ഖത്താബിനെയാണ് പഠിപ്പിക്കണത്. എവിടെയാണ്, എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് പറയേണ്ടത്. അത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കലാണ് ഈ ചോദ്യോത്തരം. ഉമർ ഖത്താബ് മോനേറ്റ് വരലും എല്ലാ കാര്യങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാതും എല്ലായിടത്തും പറയാനുള്ളതല്ല, എല്ലാതും എല്ലായിടത്തും ചെയ്യാനുള്ളതും അല്ല. അതുകൊണ്ട്
അദബ് പരിശീലിപ്പിക്കാനാണ് മക്കളെ കൊണ്ടുവരേണ്ടത്. വരണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വാപ്പാക്ക് നോക്കാൻ നേരം കിട്ടണം. കുട്ടീനെ കൊടുന്നാണ്ട് വിട്ടാക്കിയാണ്ട് വാപ്പ അൽക്കപ്പെടുത്താണ്ട് ഇരുന്നാൽ പോരാ. അടുത്തിരുത്തിയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിച്ച് അതിനുള്ള നാളും പ്രായവും ആകും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതിന് കുഴപ്പമൊന്നുമില്ല. കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ കൊടുങ്ങാണ്ട് വിട്ടാക്കണ സ്വഭാവമാണെങ്കിൽ അത് അദബിനേക്കാൾ കൂടുതൽ അദബ് കേടാണ് ഉണ്ടാക്കുക. ഗുണം ഉദ്ദേശിച്ച് നമ്മൾ കൊണ്ടുവരുന്നു, പക്ഷെ അതുകൊണ്ട് ദോഷമാണ് ഉണ്ടായിത്തീരുക. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വാപ്പ, അമ്മ, ഭാര്യ, ഭർത്താവ് വളരെ പ്രധാനമാണ്. കുട്ടികൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. ഹിബത്ത് എന്നാണ് മക്കളെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച വാക്ക് തന്നെ. സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തതിലുണ്ട്, വഹബിലി മിൻ ലദുൻക വലിയ യരിസുനി വയരിസു മിൻ ആലി യാഖൂബ വജഅൽഹു റബ്ബി റളിയ. മറിയം ബീവി റളിയല്ലാഹു അൻഹാക്ക് കുട്ടി ഉണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞോർത്ത് ഹിബത്ത് എന്ന് പറയുന്നുണ്ട്. ഇന്നമാ അന റസൂലു റബ്ബികി ലി അഹബലകി ഗുലാമൻ സക്കിയ. അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പൊ ഹിബത്തായി അള്ളാഹു സമ്മാനമായി നൽകിയിട്ടുള്ളതാണ്. ഇനി ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞത് ഇതാണ്. ഇനി കുറച്ച് കുടുംബത്തെ ഒന്നുകൂടി വിശാലമാക്കി എടുത്താൽ അതിൽ ഞാൻ അമ്മായിമ്മ, അമ്മോശൻ, പിന്നെ ഭാര്യ പിന്നെ മരുമകള്, മരുമകൻ, ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, ഭാര്യയുടെ ഏട്ടത്തി അനിയത്തിമാർ തുടങ്ങി കുറേ സാധനങ്ങൾ വരും. കുറേ വരുവതിൽ ഈ സ്ത്രീകളുടെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. സ്ത്രീകളുടെ മനസ്സ് പലപ്പോഴും മോഹമനസ്സാണ്. മോഹമനസ്സ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുടെ മനസ്സാണ്. അതിന് 2 പ്രത്യേകത ഉണ്ടാകുക. ഒന്ന്, എല്ലാതും എനിക്ക് കിട്ടണം എന്നൊരാഗ്രഹം. 2, എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടരുത് എന്ന ആഗ്രഹവും. ഇത് രണ്ടും ഉണ്ടാവും. ഇവിടെയുള്ള പെണ്ണുങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, മൊത്തം പെണ്ണുങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ് മോഹ മനസ്സാണ് എന്നത്. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എല്ലാവരും എനിക്ക് കിട്ടേണ്ടതാണ്. 2, ആദ്യത്തിന് അത്ര തന്നെ കുഴപ്പമില്ല, രണ്ടാമത്തെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എനിക്ക് കിട്ടാത്തതൊന്നും ആർക്കും കിട്ടരുത്. ഞങ്ങളൊന്നും അന്ന് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളൊക്കെ അന്ന് എത്രയോ ഇടങ്ങേറായിട്ടാണ് ഇവിടെ വന്നിട്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 45 കൊല്ലമായി. ആ 45 കൊല്ലം അതൊക്കെ ഞങ്ങളൊക്കെ എത്രയോ ഇടങ്ങേറായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എല്ലാവരും എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് കിട്ടാത്തൊന്നും ഞാർക്കും കിട്ടരുത് എന്നതാണ് മോഹമനസ്സ്. സ്ത്രീകളുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ സ്നേഹവും എനിക്ക് കിട്ടണം എന്ന് തോന്നും. ഇമ്മയാണെങ്കിലും ശ്രദ്ധിക്കട്ടോ നിങ്ങൾ, ഇമ്മയാണെങ്കിലും ഒരു പെണ്ണാണല്ലോ. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് മകൻ്റെ എല്ലാ സ്നേഹവും ഉമ്മാക്കാണ് കിട്ടിയിരുന്നത്. സ്നേഹം എന്ന് പറഞ്ഞ സാധനം വീതിക്കപ്പെടുന്ന സാധനമാണ്. നല്ലോണം മനസ്സിലാക്കണേ. സ്നേഹം വീതിക്കപ്പെടും. മനസ്സിലാവാനൊരു കാര്യം പറയാം. ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു, ഭാര്യനോട് നല്ല സ്നേഹിക്കാരം. ഒരു കുട്ടി ഉണ്ടായി, ഭാര്യയോട് അല്പം കുറയും. ആ കുറഞ്ഞത് ആരിലേക്ക് നീങ്ങും? കുട്ടിയിലേക്ക് നീങ്ങും. രണ്ടാമതൊരു കുട്ടിയും കൂടി ഉണ്ടായാൽ 2 കുട്ടികളോടായി സ്നേഹം. അപ്പോൾ സ്നേഹം വീണ്ടും വീതിച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് മുമ്പ് ഉമ്മക്ക് ലഭിച്ചിരുന്ന സ്നേഹത്തിൽ നിന്ന് തന്നെയാണ് ആർക്ക് കൊടുത്തിട്ടുള്ളത്? ഭാര്യക്ക് കൊടുത്തിട്ടുള്ളത്. സ്നേഹം, ഓൻ്റെ അടുത്തുള്ള സ്നേഹം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് ഉമ്മാക്ക് മനസ്സിലാക്കാൻ പറ്റണം, എന്നാ പ്രശ്നം തീർന്നു. ഇത് ഉമ്മാക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം, എന്നാ പ്രശ്നം തീർന്നു. ഭാര്യ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉമ്മാക്ക് സ്നേഹം നഷ്ടപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നാണ് അമ്മായിമ്മ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനെന്താ വേണ്ടത്? അതിനൊരു ഐഡിയ ഉണ്ട്. അതിനെന്താ വേണ്ടത്? അമ്മായിമ്മക്ക് സ്നേഹം കിട്ടുന്നുണ്ട് എന്ന് വരുത്തി തീർത്താൽ മതി. വൈകുന്നേരം വന്നിട്ട് കുപ്പായം കഴിച്ചിരുന്ന സമയത്ത് പോക്കറ്റിൽ നോക്കിയിട്ട് 250 ഉറുപ്പ്യ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുക്കളയിൽ ചെന്നിട്ട് അമ്മായിമ്മയോട് പറയും, അമ്മ എനിക്ക് ഒരു നീലമാക്സ് വേണം, നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുവരുള്ളൂ, നിങ്ങളൊന്ന് പറയുണ്ടോ എന്ന് പറയാം. രാവിലെ മൂപ്പര് ഓട്ടും ചൂട്ടൊക്കെ ഇട്ട് ഉപ്പായൊക്കെ ഇട്ടാണ്ട് പോണ സമയത്ത് ഉമ്മ പറയും, എടാ ഓക്കൊരു മാക്സ് വേണത്രേ, ഇജ്ജ് കൊടുന്നെടുത്തോണ്ടെന്ന് വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുകൊണ്ടിട്ടോ എന്ന് പറയും.
മൂപ്പര് പോയി വൈകുന്നേരം വരുമ്പോൾ ഒരു മാക്സി ആയിട്ട് വന്നാൽ ഇമ്മാക്ക് സ്നേഹമായി ഓൾക്ക് മാക്സിയായി. സംഗതി നടന്നു. ഒത്തിരി ഉള്ളു പണി. പിന്നെ അതൊക്കെ ചെയ്തിട്ട് വേണമല്ലോ എന്ന് ആലോചിക്കുകയാണെങ്കിലോ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. എൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. വേറെല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിന്റെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ്, വേറെ എവിടെയല്ല. അവിടെ നിന്ന് തന്നെ അത് കിട്ടുള്ളൂ. കയ്യിലാണ് എന്ന് പറഞ്ഞാണെങ്കിൽ തട്ടിപ്പറിച്ചായിരുന്നു. കയ്യിൽ നിന്ന് ചാടിപ്പോണ സാധനമാണ് കാലുകൊണ്ട് ചവിട്ടി പിടിച്ച എന്ന് പറഞ്ഞാൽ കിട്ടൂല. കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ അവിടെ ഇരുന്നിട്ട് എടുക്കണം, അല്ലെങ്കിൽ കുമ്പിട്ടൊന്ന് എടുക്കണം, അല്ലാതെ കിട്ടൂല. കാരണം അത് കാലിൻ്റെ ഒട്ടാണ്. അപ്പൊ കിട്ടണമെങ്കിൽ നല്ല പണിയുണ്ട്, അത് എടുത്തേ പറ്റും. അത് എടുത്തു കൊടുത്താൽ മാത്രമേ ഭർത്താവ് സ്വർഗത്തിൽ പോവുള്ളൂ, അപ്പോഴേ നീയും സ്വർഗത്തിൽ പോവുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു. അത്രയേ ഉള്ളൂ ആ കാര്യം. അമ്മായിമാരും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത് ഇമ്മാനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാനല്ല, ഓളടുത്ത് കടന്നുറങ്ങാൻ തന്നെയാണ്. പഴയ കാലത്ത് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ. പഴയ കാലത്തൊക്കെ അമ്മായിമാര് കാണുന്ന രൂപത്തില് രാവിലെ കുളിച്ചിട്ട് തോർത്തുണ്ട് തോരട്ടാല് തൊലാക്കല്ലിന്ന് ഉത്തരേ. അത് വലിയ സബുൽ മുബിക്കാത്താണ്. രാവിലെ കുളിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ സബുൽ മുബിക്കാത്താണ്. തോർത്തുണ്ടും കൂടിയും തോരട്ടാ പിന്നെ പറയും വേണ്ട. ഇനി കുളിച്ചാൽ തന്നെ തോർത്തുണ്ട് എവിടെയും ചുരുട്ടി വെക്കണം, എന്നിട്ട് ഉച്ചക്ക് തിരുമ്പണേൻ്റെ കൂട്ടത്തിൽ തിരുമ്പിയിട്ടേ തോരടാൻ പാടുള്ളൂ എന്നാണ് പഴയ നിയമം. ആയാതി നിയമമൊക്കെ അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട്. അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എല്ലാ നിയമവും മാറേണ്ടതും അല്ല കേട്ടോ. കുറച്ച് നിയമങ്ങളൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. പേടിയും ബഹുമാനമൊക്കെ ആവശ്യം തന്നെയാണ്. അല്ല, അതൊക്കെ ആവശ്യമുള്ള സംഗതി തന്നെയാണ്. എല്ലാ നിയമവും മാറേണ്ടതല്ല. എന്നാൽ ചിലതൊക്കെ മാറേണ്ടതുണ്ട്. തള്ളാര് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. അധികം കാര്യങ്ങളേ ഉള്ളൂ, കുറച്ചേ കാര്യമല്ലാത്തതേ ഉള്ളൂ. അംഗീകരിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഒരു ഹദീസ് വളരെ പ്രധാനമാണ്. മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ, മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി, ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ അപ്പോൾ അലൈഹി അവൻ്റെ മേൽ നിർബന്ധമായും ഉണ്ടായിരിക്കും. അല എന്ന വാക്ക് നിർബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഫഅലൈഹി അപ്പോൾ നിർബന്ധമായും അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. ലഅനത്തുല്ലാ അള്ളാന്റെ ശാപം, വൽ മലായികത്തി മലക്കുകളുടെ ശാപം, വന്നാസി അജ്മഈൻ എല്ലാ മനുഷ്യരുടെയും ശാപം അവനുണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നോർക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ല പെരുമാറ്റം അതെല്ലാവരോടും, അത് വളരെ പ്രധാനപ്പെട്ട. എനിക്ക് മാറാനേ കഴിയുള്ളൂ, വേറൊരാളെ മാറ്റാൻ കഴിയില്ല. ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾ. എനിക്ക് എങ്ങനെയാവാം, വേറൊരാളെ ആക്കാൻ കഴിയൂല. ഒരു പൈക്കുടിനെ കൊടുന്നിട്ട് ഒരു ചമ്പട്ടിയിൽ പുണ്ണാക്കും ഓക്കപ്പൊടിയും കഞ്ഞിവെള്ളമൊക്കെ കൂടിയും കലക്കിയിട്ട് ആ പൈക്കുട്ടിയുടെ തല അയക്ക് പിടിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ. വലിക്കണമെങ്കിൽ പൈക്കുട്ടി തന്നെ വിചാരിക്കണം, അല്ലാതെ ഉള്ളിക്ക് മോട്ടറക്കാനൊന്നും കഴിയൂല. മാറണമെങ്കിൽ അവനാൻ തന്നെ വിചാരിക്കണം. അമ്മായിമാനെ എനിക്ക് മാറ്റാൻ കഴിയൂല, അമ്മോശനെ മാറ്റാൻ കഴിയൂല, വാപ്പാനെ മാറ്റാൻ കഴിയൂല, ഉമ്മാനെ മാറ്റാൻ കഴിയൂല, ഭാര്യനെ മാറ്റാൻ കഴിയൂല, ഭർത്താവിനെ മാറ്റാൻ കഴിയൂല. എനിക്ക് മാറാനേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തരും മാറാൻ തയ്യാറാവുക, മാറ്റാൻ തയ്യാറാവണ്ട. അത് നടക്കാത്ത കേസാണ്. വേറൊരാളെ മാറ്റൽ നടക്കൂല എന്ന് ഞമ്മക്ക് മാറലേ നടക്കുള്ളൂ. മാറാൻ തയ്യാറുണ്ടോ, സംഗതി വളരെ ഉഷാറാവും. നമ്മളൊന്ന് മാറാൻ തയ്യാറാവുക, നമ്മളൊന്ന് ഉഷാറാവാൻ തയ്യാറാവുക. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആരെക്കൊണ്ടും വന്നതല്ല, നമ്മളെ കൊണ്ട് തന്നെ വന്നതാണ്. അള്ളാഹുവിലേക്ക് വരെ ചേർക്കാൻ പാടില്ല എന്നാണ് മോശപ്പെട്ടതിനെ. അള്ളാഹുവേ റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല റബ്ബേ എന്ന് തുറക്കാൻ പാടില്ല എന്നാണ്. തുറക്കാൻ പാടില്ല. കാരണം എന്താ? പിന്നെ എങ്ങനെ തുറക്കണ്ടേ? റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാന്നാ തുറക്കണ്ടേ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മോശത്തെ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ല, നന്മയെ മാത്രമാണ് അള്ളാഹുവിലേക്ക് ചേർക്കേണ്ടത്. ഇത് എല്ലായിടത്തുള്ള നിയമമാണ്. മോശം നമ്മളത്, നന്മ വേറുള്ളവരത്.
എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിൻ്റെ കുഴപ്പമാണ്, ഞാൻ ഒന്നുകൂടി ഉഷാറാവുകയാണെങ്കിൽ അങ്ങനെ വരുമായിരുന്നില്ല. ശൈത്താൻ്റെ ഏറ്റവും വലിയൊരു പണിയാണ് എന്ത്? ഇജ്ജ് മാത്രമേ നല്ലവനുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്. ശൈത്താൻ്റെ വലിയൊരു പണിയാണ് എന്ത്? നമ്മളെ വലിയ സംഭവമാക്കി തരും. സാലിം പൈസ ഒല്ലോ അയാൾ ഭയങ്കര സംഭവമാണ്, നമ്മളെ ഭയങ്കര സംഭവമാക്കും. വേറുള്ളവരൊക്കെ അപ്പം എന്തായി? മോശക്കാരായി. ഞാൻ മാത്രമേ മോശമുള്ളൂ, എല്ലാവരും നല്ലവരാ. വാപ്പ നല്ലതാണ്, ഉമ്മ നല്ലതാണ്, ഭാര്യ നല്ലതാ, ഭർത്താവ് നല്ലതാ, കുട്ടികൾ നല്ലതാ, എല്ലാവരും നല്ലതാ. കേടുന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വാപ്പാനെ കണ്ടാൽ കുട്ടി നീച്ചിക്കണില്ല, എന്തേ കാര്യം? കുട്ടിയുടെ കുഴപ്പമല്ല, എഴുന്നേറ്റു നിൽക്കാൻ ആവശ്യമായ സംഗതികൾ വാപ്പാൻ്റെ അടുത്ത് ഇല്ലാത്തതാണ് പ്രശ്നം. ഒരു ഉസ്താദിനെ കണ്ടാൽ കുട്ടി നീച്ചിക്കണില്ല, എന്താ കാര്യം? ബഹുമാനിക്കപ്പെടാൻ ഉസ്താദിന് യോഗ്യതയില്ല. ഒരു മാഷെ കണ്ടാൽ കുട്ടി നീച്ചിക്കണില്ല, എന്താ കാര്യം? ബഹുമാനിക്കപ്പെടാൻ മാഷ്ക്ക് യോഗ്യതയില്ല, ടീച്ചർക്ക് യോഗ്യതയില്ല. അവനാൻ്റെ യോഗ്യതയാണ് പ്രശ്നം എന്നല്ല, വേറുള്ളവരുടെ യോഗ്യതയല്ല. സ്വന്തം യോഗ്യതയുണ്ടെങ്കിൽ, പഴയ കാലത്ത് പള്ളിക്ക് വാങ്ങിക്കൊടുക്കണം മൊല്ലാക്ക് അങ്ങനെ വരുന്ന കണ്ടാൽ പിഴക്കൊലയുമെന്ന് അറിയാതെ അങ്ങനെ അങ്ങോട്ട് പൊന്തുമായിരുന്നു. എന്തേ? മൊല്ലാക്കാക്ക് ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതാണ് കാരണം. അപ്പോൾ അവനാൻ്റെ യോഗ്യതയാണ് പ്രശ്നം. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന് യോഗ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഹാനവറുകൾക്ക് തൻ്റെ മകനെ ഉപദേശിക്കാൻ പറ്റി. ഓരോരുത്തരും അവനാൻ്റെ യോഗ്യതയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അപ്പം എനിക്ക് ഇനിയും യോഗ്യത നേടാൻ പറ്റും, വേറൊരാളെ നന്നാക്കാൻ എനിക്ക് കഴിയൂല, എനിക്ക് നന്നാവാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും ഞാൻ ഇനിയും മാറൽ ആവശ്യമാണ്, അതെങ്ങനെ വേണ്ടതെന്ന് ചിന്തിക്കണം. അപ്പോഴാണ് സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുക, അപ്പോൾ ആകർഷിക്കപ്പെടും. ഞാൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിനു സൽമാൻ അൽ ഫാരിസിയെ കുറിച്ചല്ല, സെയ്ദ് ഇബ്നു ഹാരിസയെ കുറിച്ച് പറഞ്ഞു. ഹാരിസ ജോലിക്ക് പോകുമ്പോൾ സെയ്ദിനെ കൊണ്ടുപോകും. ഉമ്മാക്ക് തീരെ കുട്ടിനെ കിട്ടുന്നില്ല, സെയ്ദിനെ തീരെ ഉമ്മാക്ക് കിട്ടൂല. ഒരു ദിവസം ഒന്ന് കുട്ടിനെ കൂടെ കിട്ടാൻ വേണ്ടി ഉമ്മ ഒരു ഐഡിയ എടുത്തു. ഉമ്മ ഒരു വിരുന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു, ഞാനൊരു വിരുന്ന് പോവുകയാണ് എൻ്റെ കുടുംബത്തേക്ക് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പോയിക്കോ, കുട്ടിനെ കൊണ്ടുപോകണ്ടായിരുന്നു. അതിൽ ഉമ്മ പറഞ്ഞു, ഞാൻ ആകെ പോകാൻ തീരുമാനിച്ചതിന് കുട്ടിനൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം രണ്ടാളും കൂടിയും തിരക്കൂടി അവസാനം സമ്മതിച്ചു. നാളെ ഇന്ന് സെയ്ദ് വിരുന്ന് പോവുകയാണ്, അന്ന് വാപ്പ ജോലിക്ക് തന്നെ പോയില്ല. അങ്ങനെ ഒരു കച്ചവട സംഘത്തോടൊപ്പം ഉമ്മയും കുട്ടിയും ഇങ്ങനെ പോകുമ്പോൾ മൂപ്പര് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന അത്രയും ദൂരം നടന്ന് ഇങ്ങനെ പോയിട്ട് പിന്നെ അവസാനം കണ്ണിന്ന് മരണ വരെ നോക്കിന്നു. അവസാനം മനല്ല മനസ്സോടെ ഇങ്ങനെ മടങ്ങിപ്പോന്നു. അവരിങ്ങനെ കച്ചവട സംഘത്തോടൊപ്പം സെയ്ദും ഉമ്മയും പോയി. അവരിങ്ങനെ കുറേ സഞ്ചരിച്ച് കുറേ ദൂരം പോയി. അവസാനം വിരുന്ന് പോയ സ്ഥലത്തെത്തി. കുടുംബക്കാരോടൊപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രി കടന്നുറങ്ങിയപ്പോൾ ഒരു വലിയ കൊള്ളസംഘം വന്നിട്ട് അവിടുത്തെ മുഴുവൻ സമ്പത്തും കൊള്ളടിച്ചു. കൂട്ടത്തിൽ നല്ലൊരു കുട്ടിനെ കിട്ടിയപ്പോൾ അവൻ കൊണ്ടുപോയി. അടിമകളെ വിൽക്കുന്ന പതിവുണ്ടെന്ന്. അപ്പോൾ കുട്ടിനെ കിട്ടിയാലും ആവശ്യമുണ്ട്, അവർ കൊണ്ടുപോയിട്ട് ത്വായിഫിനോട് ചേർന്ന് കിടക്കുന്ന ഉക്കാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ചന്തയുണ്ടായിരുന്നു അക്കാലത്ത്. ആ ഉക്കാദിൽ കൊണ്ടുപോയി കുട്ടിയെ വിറ്റു. കുട്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ നാട്ടിലൊക്കെ ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായി. ഈ വിരുന്നൊന്ന കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഭയങ്കര വിഷമമാണല്ലോ, അവനാൻ്റെ കുട്ടികൾക്ക് പറ്റും പോലെ അല്ല അത്. അപ്പോൾ നാട്ടിലൊക്കെ എല്ലാവരും അന്വേഷിച്ചു, എല്ലാ അന്വേഷണവും പരാജയപ്പെട്ടു. ഒരു രക്ഷയില്ല, കുട്ടിനെ കിട്ടാനൊരു വഴിയില്ല. എങ്ങനെയപ്പം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്നും അറിയില്ല, പോകല്ലാതെ രക്ഷയില്ല. അവസാനം സെയ്ദിൻ്റെ ഉമ്മ ഇങ്ങനെ തിരിച്ചു വരികയാണ് പെരയിലാണ് വന്നിട്ട് വാപ്പാടി വിവരാണ്ട് പറഞ്ഞേക്കിന് പെരേന്ന് ഒരൊറ്റ ഓട്ടം അങ്ങോട്ട് ഓടിയിട്ടിങ്ങനെ ഓടി തളർന്ന് ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നടന്നു. ഭ്രാന്തായി. കാണുന്ന ആൾക്കാരോടൊക്കെ ചോദിക്കും, നിങ്ങൾ സെയ്ദിനെ കണ്ടോ? വല്ല കച്ചവട സംഘവും എവിടെയെങ്കിലും പോയി തിരിച്ചു വന്നു എന്നറിഞ്ഞാൽ ഉടനെ ഹാരിസ് അവിടെ ഓടിയെത്തും. നിങ്ങൾ എൻ്റെ പൊന്നാര മോൻ സെയ്ദിനെ കണ്ടോ എന്ന് ചോദിക്കും. ആരും കണ്ടില്ല, മനുഷ്യനും കണ്ടില്ല, കണ്ടതേയില്ല. ഭയങ്കര നിരാശയായി. നിരാശ കൂടുന്നതിനനുസരിച്ച് മുമ്പേക്ക് ഭ്രാന്ത് കൂടി. മനുഷ്യന്മാരോടൊന്നും ചോദിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടാതെ വന്നപ്പം മരങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. നീ എൻ്റെ മൃഗങ്ങളോടൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഒട്ടകമേ നീ എൻ്റെ മോൻ സെയ്ദിനെ കണ്ടോ?
പശുവോ, നീ എൻ്റെ മോൻ സെയ്ദിനെ കണ്ടോ? മരങ്ങളോടൊക്കെ ചോദിച്ചു. ഭ്രാന്തായി. ഭ്രാന്ത് കൂടിയാ പിന്നെ പാട്ടുപാടും. പാട്ടുപാടും. അങ്ങനെ ഹാരിസ ഒരു പാട്ടുകാരനായി ഇങ്ങനെ നടന്നു. ബക്കൈതു അലാ സൈദിൻ വലം അദ്രി മാ ഫഅൽ അഹയ്യും ഫയുർജാ അം അതദൂനഹുൽ അജൽ ഫവല്ലാഹി മാ അദ്രി വഇന്നി ലസായിലുൻ അഗലക ബഅദിസ്സഹീലു അം ഗാലകൽ ജബൽ. ബക്കൈതു അലാ സൈദിൻ, സെയ്ദിനെ ആലോചിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കരയുകയാണ്. വലം അദ്രി മാ ഫഅൽ, സെയ്ദിന് എന്തു പറ്റി എന്ന് എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. അഹയ്യുൻ, അവൻ ജീവിച്ചിരിപ്പുണ്ടോ? അം അത്താ ദൂനഹുൽ അജൽ, അതല്ല അവൻ മരിച്ചുപോയോ? സെയ്ദ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഒരു ഐഡിയയും കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പാടി പറഞ്ഞു. പർവ്വതങ്ങളോട് ചെന്നിട്ടൊക്കെ പറയും, പർവ്വതമേ, മലയെ, പാറക്കല്ലേ, നിന്റെ അടിയിൽ എൻ്റെ മോൻ സെയ്ദുണ്ടോ? സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോ എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വരികയാണ്. വഇൻ ഹബ്ബത്തിൽ ഹൈജാഉ ഹയജീന ദിക്റഹു ഫയാതൂല മാ ഹുസിനി അലൈഹി വയാ വജൽ. കാറ്റിങ്ങനെ അടിച്ചു വീശുമ്പോൾ എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വരികയാണ്. കാറ്റിങ്ങനെ തിരിച്ചു പോകുമ്പോഴും എനിക്ക് എൻ്റെ മോനെ ഓർമ്മ വരികയാണ്. എനിക്കെൻ്റെ മോനല്ലാതെ വേറെ ഒന്നും ഓർമ്മ വരുന്നില്ല. പാട്ടുപാടിയ ആൾ ഇങ്ങനെ നടന്നു, ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും. സെയ്ദിനെ കൊണ്ടുപോയിട്ട് ഉഖാദ ചന്തയിൽ വിറ്റപ്പോ ഹക്കീം ബിൻ ഹുസാം എന്ന പേരായ ഒരാളാണ് അവിടുന്ന് വാങ്ങിയത്. ഹക്കീം ബിൻ ഹുസാം എന്ന് പറയുന്ന ആള് ഖദീജ ബീവിയുടെ കുടുംബക്കാരനാണ്. ആ അടിമനെ കൊടുത്തിട്ട് ഖദീജ ബീവിക്ക് കൊടുത്തു. നബിതങ്ങളോ ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം നടന്നപ്പോൾ നബിതങ്ങൾക്ക് ഖിദ്മത്തിന് വേണ്ടി സെയ്ദ് എന്ന അടിമനെ ഏൽപ്പിച്ചു കൊടുത്തു. നബിതങ്ങൾ സെയ്ദിനെ സ്വതന്ത്രനാക്കി. അങ്ങനെയാണ് വളർത്തുപുത്രനാകുന്നത്. നബിതങ്ങളുടെ അടുക്കൽ സെയ്ദ് ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഹാരിസയുടെ നാട്ടിൽ നിന്ന് ഒരു സംഘം ആളുകൾ കഅബ സന്ദർശിക്കാൻ വേണ്ടി മക്കത്ത് വന്നു. അവർ കഅബ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെയ്ദ് ഉണ്ടായിക്കൂടെ ഇങ്ങനെ നടക്കണം. മോനെ സെയ്ദേ, എടാ ഞങ്ങളൊപ്പം പോരുകയാണെങ്കിൽ നാട്ടിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഞാൻ പോരുന്നില്ല. അപ്പോൾ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. എവിടെ നിൽക്കണത്, ആരോടെയാണ്, എന്താ പണിയെന്നൊക്കെ ചോദിച്ചു. ഇവിടെ അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ വീട്ടിലാണ്, ജോലിയൊക്കെ സുഖാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു തിരിച്ചുപോയി. ഒരു യാത്രാ സംഘം യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ ഹാരിസ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളെൻ്റെ മോന് സെയ്ദിനെ കണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ അവർക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടു പറഞ്ഞു. എവിടെ കണ്ടതെന്ന് ചോദിച്ചു. മക്കത്താണ് പറഞ്ഞു. മക്കയിൽ അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ ഹാരിസ വീട്ടിൽ പോയിട്ട് ഒരു ചാക്ക് കൊണ്ട് എടുത്തിട്ട് പെരയിലുള്ള വിലപിടിപ്പുള്ള എല്ലാ സാധനവും അതിലിട്ടു. വില കിട്ടണ എല്ലാ സാധനവും അതിലിട്ടു. തോളിലേറ്റിയിട്ട് മൂപ്പര അഞ്ചനെയും കൂട്ടിയിട്ട് മക്കത്തേക്ക് പോയി. മക്കയിൽ ചെന്ന് ഏതാണ് അൽ അമീൻ എന്ന പേരിൽ പ്രശസ്തനായ മുഹമ്മദിന്റെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അന്വേഷിച്ചു. ആളുകൾ കാണിച്ചു കൊടുത്തു. അതാ കാണുന്ന ചെറിയ വീടാണെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചെന്നു. വാതിൽ മുട്ടി. നബിതങ്ങൾ പുറത്തു വന്നു. കയറിയിരിക്കൂന്ന് പറഞ്ഞു. അവർ കയറിയിരുന്നു. എന്തേ നിങ്ങൾ വന്നു എന്ന് ചോദിച്ചു. ഞങ്ങളെ മോന് സെയ്ദ് ഈ വീട്ടിൽ അടിമയായി ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എത്ര പണം വേണമെങ്കിലും വന്നിട്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ അവനെ വിളിക്കാം, നിങ്ങളുടെ മോനല്ലേ, പണമൊന്നും തരണ്ട, അവൻ നിങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോളി. എന്തിനാ പൈസ നിങ്ങളെ കുട്ടിനെ കൊണ്ടുപോകാൻ? അതുകൊണ്ട് ഞാൻ വിളിക്കാം, അവൻ നിങ്ങളുടെ കൂടെ പോരാൻ തയ്യാറാണ്, നിങ്ങൾക്ക് കൊണ്ടുപോലോ. മോനെ സെയ്ദ്. ലബ്ബൈക യാ റസൂലല്ലാഹ്. സെയ്ദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്നു നിന്നു. എന്തിനാ മോനെ സെയ്ദ്, ഈ വന്നിരിക്കുന്ന രണ്ടുപേർ ആരാണെന്ന് നിനക്കറിയുമോ മോനെ? അള്ളാഹുവിൻ്റെ റസൂലേ, ഒന്നെൻ്റെ പിതാവ് സെയ്ദും
ഒന്നെൻ്റെ പിതാവ് ഹാരിസയും മറ്റൊന്ന് എൻ്റെ എളാപ്പയുമാണ് നബിയേ. ഇവർ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് നിനക്കറിയുമോ മോനെ? അള്ളാഹുവിൻ്റെ റസൂലേ, എന്നെ കൊണ്ടുപോവാനാണ് അവർ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പറഞ്ഞേക്കരുത് നബിയേ. അത് പറഞ്ഞപ്പോൾ ഹാരിസ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, അത്രയും മോനെ സെയ്ദേ, എത്ര കാലമായടാ നിന്നെയും ആലോചിച്ചുകൊണ്ട് ഈ വാപ്പ നടക്കാൻ തുടങ്ങിയിട്ട്? നിന്റെ ഉമ്മ നിന്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ വീട്ടിലിരിക്കുകയാണ്. വാപ്പയായ എൻ്റെ അടുക്കലും നിന്റെ ഉമ്മയുടെ അടുക്കലും ഒരു മകനായി താമസിക്കുന്നതിനേക്കാൾ ഈ മുഹമ്മദിൻ്റെ അടുക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരടിമയായി താമസിക്കുന്നതാണോ നീ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖിന്റെ കാലിൽ പെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് സയ്യിദുനാ സയ്യിദ് ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ ഉപ്പായുടെ അടുക്കൽ എനിക്കൊരു പ്രയാസവുമില്ല, എൻ്റെ ഉമ്മയുടെ അടുക്കൽ എനിക്കൊരു പ്രയാസവുമില്ല. പക്ഷേ എൻ്റെ ഉപ്പയുടെ അടുക്കലും എൻ്റെ ഉമ്മയുടെ അടുക്കലും ജീവിക്കുന്നതിനേക്കാൾ മനസ്സിന് സന്തോഷം തോന്നുന്നത് നിങ്ങളുടെ അടുക്കൽ അടിമയായി ജീവിക്കുന്നതിനാണ് നബിയേ. അതിനാൽ അങ്ങനെ പറഞ്ഞേക്കരുത് പ്രവാചകരേ. സ്വഭാവം നന്നായാലും ഒഴിഞ്ഞു പോവില്ല എന്നർത്ഥം. ആര്? ഓരോരുത്തരും അവനാനെ പറ്റി തന്നെ ആലോചിക്കണം. മറ്റോൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം നന്നായാൽ, വാപ്പാൻ്റെ സ്വഭാവം നന്നായാൽ, ഭാര്യൻ്റെ സ്വഭാവം നന്നായാൽ, ഭർത്താവിൻ്റെ സ്വഭാവം നന്നായാൽ എന്നാലോചിക്കരുത്. ഇൻ്റെ സ്വഭാവം നന്നായാൽ എന്നെ ആരും ഒഴിഞ്ഞു പോകൂല എന്ന് നമുക്ക് എപ്പോൾ ആലോചിക്കാൻ പറ്റുമോ അപ്പോൾ വിജയമാണ്. മറ്റോണ്ടൊരു കാര്യമില്ല. ഒരാൾ വന്നിട്ട് നബിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയിരിക്കുന്നു നബിയേ. എൻ്റെ വാപ്പ എൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചടക്കിയാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻത വമാലുക ലി അബീക്, നീയും നിന്റെ മുതലും നിന്റെ വാപ്പാൻ്റെ തന്നെയാണ്. ഇജ്ജന്നെ എൻ്റെ വാപ്പാൻ്റെ എന്നിട്ടല്ലേ മുതല് എന്ന് ചോദിച്ചു. അൻത വമാലുക ലി അബീക്, നീയും നിന്റെ മുതലും നിന്റെ വാപ്പാക്കുള്ളതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്ന് ചോദിച്ചാൽ ഉമ്മ അങ്ങനെ ചെയ്യും എന്നതുകൊണ്ടാണല്ലോ വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് ചേന്ന് പറയരുത് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നത് ന്യായമല്ല. 100 കഷ്ണാക്കി മുറിച്ചാലും ഉമ്മ തന്നെയാണ്, വാപ്പ വാപ്പന്നെയാണ്. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അതിൽ മാറുമെന്ന് കരുതിയിട്ട് ഇസ്ലാമിയത്തിലോട് നിൽക്കും വേണ്ട, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഉള്ളമാതിരി നിലനിന്ന് മരിക്കോളം എനിക്ക് പോകാൻ പറ്റുമോ? സ്വർഗത്തിലെ നടുക്കത്തെ വാതിൽ വാപ്പാൻ്റെ വാതിലാണ്, അതിക്കൂടെ കയറാം. അതിക്കൂടെയാണ് കയറാൻ പറ്റും. സ്വർഗത്തിലെ നടുക്കത്തെ വാതിൽ വാപ്പാൻ്റെ വാതിലാ. മുത്തുനബി പറഞ്ഞതാണ്, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിൻ്റെ നടുക്കത്തെ വാതിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ്, എല്ലാ ഭാര്യമാരും മനസ്സിലാക്കണം. നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വർഗം കിടക്കുന്നത് അമ്മായിമാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് എന്ന് മനസ്സിലായാൽ പ്രശ്നം തീർന്നു. അമ്മായിമാര് മനസ്സിലാക്കണം, മോനുണ്ടായിരുന്ന സ്നേഹത്തെ വീതിച്ചു കൊണ്ട് തന്നെയാണ് ഭാര്യ കൊടുത്തിട്ടുള്ളത്. ഇനി മക്കളുണ്ടാവുമ്പോൾ അത് വീതിച്ച് തന്നെയാണ് പിന്നെയും മക്കൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് എപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, ഭാര്യയോടടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് ഉമ്മാരും മനസ്സിലാക്കിയാൽ ആ പ്രശ്നം തീർന്നു. നാത്തൂൻ പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെ അമ്മായിമ്മ പ്രശ്നത്തിൻ്റെ താപിയാണ്. അമ്മായിമ്മ പ്രശ്നം ഇല്ലെങ്കിൽ നാത്തൂൻ പ്രശ്നം ഉണ്ടാവില്ല. അമ്മായിമ്മ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് പ്രശ്നമുള്ളൂ? നാത്തൂൻ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അമ്മായിമ്മ പ്രശ്നത്തിന്റെ താപിയായി വരുന്ന, അതിനെ തുടർന്ന് വരുന്ന പ്രശ്നം മാത്രമാണ് നാത്തൂൻ പ്രശ്നം. അമ്മായിമ്മ പ്രശ്നമാണ് പോയാൽ നാത്തൂൻ പ്രശ്നം അതിൻ്റെ ഒപ്പം പോയേ പറ്റൂ, എന്തായാലും പോയിരിക്കും. അതുകൊണ്ട് അമ്മായിമ്മ പ്രശ്നമാണില്ല നോക്കേണ്ടത്, അതിന് രണ്ടുപേരും ശ്രദ്ധിക്കണം. അപ്പോഴാണ് കുടുംബം ഒരു രസമുള്ള സംഗതിയാണ്. കുടുംബബന്ധം നേരെയാണോ നോക്കാൻ വേണ്ടി അള്ളാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വത്തഖുല്ലാഹ അല്ലദീ തസആലൂന ബിഹി വൽ അർഹാം,
ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആ അല്ലാഹുവിനെ കൊണ്ടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്. കുടുംബബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. കുടുംബബന്ധത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി അല്ലാഹു നിരീക്ഷകനെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ അള്ളാഹു നിരീക്ഷകനെ വെച്ചുകൊണ്ട് നോക്കുന്ന ഒരു കാര്യമാണ് കുടുംബബന്ധം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ എൻ്റെ വിഷയാവതരണം അവസാനിക്കും. പഴയ കാലവും പുതിയ കാലവും തമ്മിലുള്ള ഒരു വ്യത്യാസം, പഴയ കാലത്ത് കുടുംബത്തിൽ ഹയാഇന് വലിയ സ്ഥാനമുണ്ടായിരുന്നു. ലജ്ജ, ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. പുതിയ കാലത്ത് ഹയാഇനൊരു സ്ഥാനവും ഇല്ല എന്നത് വലിയൊരു സംഗതിയാണ്. വാസ്തവത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജയെ ഈമാനുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ലജ്ജ ഈമാന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാറ്റിലും ഒരു ലജ്ജ ആവശ്യമാണ്. ഇസ്ലാമിയത്തിലെ ഓരോ പ്രയോഗങ്ങൾ വരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കക്കൂസിന്റെ പേര് ഹലാ എന്നാണ്, ഒഴിവാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ സൂക്ഷിച്ചുള്ള ഒരു വാക്കാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പിന്നെ ഇണചേരുന്നതിൻ്റെ പേര് ജിമാ എന്നാണ്, സംഗമം എന്നാണ് ആ വാക്കിനർത്ഥം. ഒരു കേട്ടാൽ മോശമില്ലാത്തൊരു പേരിട്ടിട്ടുള്ളത്. ഇങ്ങനെ ഇസ്ലാമിയത്തിലെ ഓരോ പ്രയോഗങ്ങളും മോശമില്ലാത്ത, ലജ്ജയ്ക്ക് എതിരല്ലാത്ത പ്രയോഗങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഇസ്ലാമിയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹയാ എന്ന് പറയുന്ന ലജ്ജ. ആ ലജ്ജ ഉണ്ടാവണം. ലജ്ജ പോയാലാണ് സോഷ്യലിസമാകുന്നത് എന്ന് സോഷ്യലിസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തെറ്റാണ്. സോഷ്യലിസ്റ്റുകൾക്ക് ഒരു വാദമുണ്ട്, ഈ ലജ്ജ അള്ളാഹുവിൻ്റെ ദീൻ മാത്രമേ ലജ്ജയെ ദീനിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇലാഹിയായ മതം മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? ഹയാ എന്ന ലജ്ജയെ മതത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യം ഞമ്മക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. ലജ്ജ വേണമെന്നുള്ളത് ഞമ്മക്കല്ലാതെ ആർക്കും മനസ്സിലാവില്ല, വേറൊരു മനുഷ്യനും മനസ്സിലാവില്ല. സോഷ്യലിസ്റ്റ് സാമൂഹ്യവാദികൾ അധികവും ഈ ലജ്ജ ആവശ്യമില്ല എന്ന് വാദിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് സ്ത്രീ പുരുഷ സമത്വം തുടങ്ങിയ ആശയങ്ങളൊക്കെ വരുന്നത്. ലജ്ജ കളഞ്ഞിട്ടുള്ള സമത്വമല്ല ഇസ്ലാം പറയുന്നത്, ലജ്ജ നിലനിർത്തിക്കൊണ്ടുള്ള സമത്വത്തെയാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹയാ നിലനിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വാപ്പ, അമ്മ, ഭാര്യ, മക്കള് എന്നിവർക്കിടയിൽ ഒരു ഹയാ നിലനിൽക്കേണ്ടതുണ്ട്. സിനിമ ഒരുമിച്ചിരുന്ന് കാണുന്നതിൽ വരെ ഇന്ന് ഹയാ ഇല്ല. ഒരു അന്യപുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ആടിക്കളിക്കുന്നത് വാപ്പി ഇമ്മി മക്കളും ഡൈനിങ് ഹാളിൽ ഒരുമിച്ചിരുന്ന് കാണുന്നതിൽ വരെ ഇന്ന് ലജ്ജയില്ലാത്തൊരു കാലമായിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് എടുത്തു പോയിട്ടുള്ളത് ലജ്ജയാണ്, ഹയാ ആണ്. അത് ഈമാന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടത്തേണ്ടത്. ലജ്ജ, ഹയാ എന്നത് നഷ്ടപ്പെട്ടു പോകുന്ന, എടുത്തു പോകുന്ന ഒരു പ്രവർത്തനം കുടുംബത്തിൽ ഇല്ലാതിരിക്കണം. അപ്പോൾ കുടുംബം വളരെ ഈമാനികമായ പുരോഗതിയുള്ള കുടുംബമായിട്ട് മാറും. ഒറ്റ കാര്യം കൂടിയും പറഞ്ഞത് ഇതാണ്, മുസ്ലിം സമൂഹത്തിന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അപരാധം, ഒരു അപജയമാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നില്ല എന്നത്. നേരത്തെ കടക്കണമില്ല വേറെ കാര്യമാണ്, പക്ഷെ നേരത്തെ കടക്കണില്ല എന്നതിനേക്കാൾ ഡേഞ്ചറാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നില്ല എന്നത്. നമ്മളിങ്ങനെ ഒരു വഴിക്കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ അമുസ്ലിങ്ങളുടെ എല്ലാ വീട്ടിലും എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് മുറ്റടിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ നീക്കണില്ല. ഇനി നീച്ചാൽ തന്നെ വല്ലിപ്പ മാത്രമാണ് നീച്ചത്. മൂപ്പർക്ക് ഉറക്കം വരാത്തതുകൊണ്ടാണ്. വരുമെങ്കിൽ മൂപ്പര് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് എല്ലാ വല്ലിപ്പാരും ഒരു കാര്യം ചെയ്യണം, രാവിലെ എഴുന്നേറ്റ ഉടനെ പെരയത്തെ എല്ലാ സ്വിച്ചും ഇട്ടേക്കണം. കയ്യെത്തിനോടത്തുള്ള മുഴുവൻ സ്വിച്ച് ഇടുക. ലൈറ്റിൻ്റെ കേട്ടോ, മോട്ടറിൻ്റെ അല്ല, ലൈറ്റ് പിന്നെ മിക്സിൻ്റെ ഒന്നും സ്വിച്ച് അല്ല, ലൈറ്റിൻ്റെ മുഴുവൻ സ്വിച്ചും പോയിടാം. അവൻ മോൻ പറയും കറണ്ട് ബില്ല് കൂടുന്നുണ്ടെന്നൊക്കെ പറയും. എത്ര ഈ കറണ്ട് ബില്ല് ഇപ്പോൾ കൂടിയപ്പോൾ എത്ര? രാവിലെ നേരത്തെ ഒന്ന് ലൈറ്റ് എത്താൻ വേണ്ടി ഒരു 100 റുപ്യ കറണ്ട് ബില്ലാണ് കൂടുകയാണെങ്കിൽ കൂടട്ടെ, എല്ലാറ്റിനും നമ്മളടുത്ത് പൈസ ഉണ്ടല്ലോ, ആ 100 റുപ്യം കൂടി ഉണ്ട് എന്ന് വെച്ചാൽ മതി. അതുകൊണ്ട് വല്ലിപ്പം നീച്ചേക്കിനി അല്ല, നേർക്ക് നേരെ വിളിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടാവും. കാരണം കുവൈത്തിൽ നിന്ന് പൈസ അയക്കണത് ലീവിന് നാട്ടിലേക്ക് വന്നതല്ലേ, എങ്ങനെയപ്പോൾ ലൈറ്റ് ഇടാന്നൊക്കെ തോന്നും, അല്ല വിളിക്കാന്നൊക്കെ തോന്നും. പക്ഷെ ലൈറ്റ് ഇടാൻ ഒരു പ്രയാസമില്ലല്ലോ, എല്ലാ ലൈറ്റും പോയിട്ട് നടന്നിട്ട് തന്നെ.
വായിലുറക്കണ്ട, പുറത്തുനിന്നില്ല. വായിൽ പറ്റുന്നിടത്തൊക്കെ മുട്ട, ഒച്ച ഉണ്ടാക്കുക, കാരി കുരക്കുക, തുപ്പുക, അങ്ങനെയൊക്കെ കൂടി എങ്ങനെയൊക്കെയാണോ ഒച്ചപ്പാടുണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പെരയിലുള്ള മുഴുവൻ ആൾക്കാരെയും ഉണർത്തണം. എല്ലാ രാവിലെ എഴുന്നേൽക്കുന്ന വല്ലിപ്പാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ ചെറിയ കുട്ടികളൊക്കെ എത്ര നേരത്തെ ലോകത്ത് 3 മനുഷ്യന്മാരാണ് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നത് എന്നാണ്. 3 ആൾ. ഒന്ന് ആബിദീങ്ങളായ 4 മനുഷ്യന്മാരാണ്. ഒന്ന് ആബിദീങ്ങൾ, എല്ലാ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരും രാവിലെ നേരത്തെ എഴുന്നേൽക്കും. സുബ്ഹിന്റെ നേരത്ത് കിടന്നുറങ്ങണ ഒരു ഔലിയപ്പാപ്പാനെ കാണാൻ കഴിയൂല. അങ്ങനത്തെ ഒരു സ്വാലിഹില്ല സുബ്ഹിന്റെ നേരത്ത് കിടന്നുറങ്ങണേ. രാവിലെ നേരത്തെ എഴുന്നേൽക്കും എല്ലാ സ്വാലിഹായ മനുഷ്യനും. 2 പാരമ്പര്യമായി പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കൽ ശീലിച്ചു വന്ന ഗുരുക്കന്മാര്, അവരെ തുടർന്നിട്ടുള്ള ആളുകൾ. മുസ്ലിം ആയിക്കോണമെന്നില്ല, പാരമ്പര്യ ശീലത്തിന്റെ പേരിൽ എഴുന്നേൽക്കുന്നവർ. 3-മത്തത് പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നത് 10 മാസത്തിൽ താഴെ പ്രായമുള്ള ഉറങ്ങുന്ന കുട്ടികളാണ്. 10 മാസത്തിൽ താഴെ പ്രായമുള്ള എല്ലാ കുട്ടിയും സുബ്ഹിന്റെ മുമ്പ് ഉണരും. നിങ്ങൾ ഇന്ന് പോയിട്ട് നോക്കിക്കോളി, ഇല്ലെങ്കിൽ ഫോൺ ചെയ്താൽ മതി. ഉറപ്പാണ് ഞാനീ പറഞ്ഞത്. 10 മാസത്തിൽ താഴെയുള്ള എല്ലാ കുട്ടികളും സുബ്ഹിന്റെ മുമ്പ് ഉണരും. എന്തിനാ ഉണരുന്നത് മുലയൂടിക്കാനാണ് കേട്ടോ. കാരണം ആ കുട്ടി, ഒരു കുട്ടിക്ക് ഏറ്റവും നന്നായി മുലയൂട്ടേണ്ട സമയം സുബ്ഹി ബാങ്കിന്റെ അല്പം മുമ്പ് അത്താഴ സമയത്താണ്. ഏറ്റവും നന്നായി മുലയെടുക്കേണ്ട സമയമാണത്. അതിനാണ് കുട്ടി ഉണരുന്നത്. 4-മത്തത് പുലർച്ചെ നേരത്തെ ഉണരുന്നത് ഗർഭിണികളാണ്. ഗർഭിണികൾക്ക് സുബ്ഹിന്റെ മുമ്പ് ഉറക്കം വരാറില്ല. അതിൻ്റെ കാരണം വയറ്റിലുള്ള കുട്ടി തന്നെയാണ് അതിൻ്റെ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾക്ക് നൽകിയിട്ടുള്ള വലിയ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് അവരാ ഉണരുന്നത്. അതുകൊണ്ട് അള്ളാഹു സംരക്ഷണം നൽകിയിട്ടുള്ള എല്ലാ വിഭാഗക്കാരും പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ മുസ്ലിം കുടുംബങ്ങളും രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്ന ശീലം കൊണ്ടുവന്നാൽ തന്നെ നമ്മളെ എല്ലാ പ്രശ്നവും തീരും എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല കുടുംബജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.